പെർസ്പെക്റ്റീവാണ് പ്രശ്നം തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ ഇതിനകത്ത് എന്താ എക്സൈറ്റ്മെന്റ് ആണ്. ആ പ്രായത്തിൽ എനിക്ക് 18-ലും 40-ലൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. 18-ലും 40-കാരിയുടെ പക്വത ഉണ്ടായിരുന്നു, 40-ല് 18-കാരിയുടെ അന്താളിപ്പും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ പ്രേമിക്കാൻ തന്നെയാണ് ഇഷ്ടം. നിർഭാഗ്യത്തിന് ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ചേച്ചിക്ക് കുറെ പ്രേമുണ്ട്. ഇപ്പൊ പ്രേമിക്കണം എന്നൊക്കെ പൂതിയുണ്ട്, പക്ഷെ പ്രേമിക്കാൻ പറ്റിയ ആളെ കിട്ടിയിട്ടില്ല. കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിരിക്കണോണ്ട് പപ്പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പിന്നെ അയ്യോ മോൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ പുറത്ത് തരാറില്ല. അത് കഴിഞ്ഞു, അച്ഛനും ചേട്ടനും കഴിച്ചു എന്നേ പറയുള്ളൂ. മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നതിൽ പല എലിമിനേഷൻ റൗണ്ട് കഴിയണം. നമ്മളെ പൊതുവെ വളർത്തുന്നത് കല്യാണം കഴിച്ച് കുടുംബം ഉണ്ടാക്കി സെറ്റിൽ ചെയ്യാനാ. അതിനപ്പുറമുള്ള വേറെ ഒരു ലോകവും നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നില്ല. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. അസിസ്റ്റന്റ് ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, റൈറ്ററാണ്, ആക്ട്രസ്സാണ്. ജോളി ചിറയത്താണ് നമുക്ക് ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യും ചേച്ചീനെ. നമസ്കാരം. താങ്ക് യു. ചേച്ചി അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ആക്ട്രസ്സാണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്ററാണ്. ഈ എല്ലാം കൂടി നോക്കുമ്പോൾ ഏത് റോളാണ് ചേച്ചിയുടെ ക്ലോസ് ടു ഹാർട്ടായിട്ട് ചേച്ചിക്ക് പറയാൻ? എനിക്കൊന്നും എല്ലാതും ഇഷ്ടമാണ് ഈ പരിപാടികൾ. മേ ബി എനിക്ക് കുറച്ചും കൂടി വഴങ്ങുന്നൊരു കാര്യം എഴുത്തായിരിക്കും, എഴുതുക എന്നുള്ളത്. കാരണം അത് വളരെ പേഴ്സണൽ സ്പേസിൽ പേഴ്സണലി ഇരുന്ന് ചെയ്യുന്നതല്ലേ, വേറെ ആരുടെയും ശല്യമോ നോട്ടങ്ങളോ ഒന്നും ഇല്ലാതെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പിന്നെ ബേസിക്കലി ഞാനൊരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില യാത്രാനുഭവം അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ചിന്ത എക്സ്പ്രസ് ചെയ്യുന്ന ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് ബുക്കൊന്നും എഴുതിയ ഒരാളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്സിനെ ഞാൻ തന്നെ അനലൈസ് ചെയ്യുകയും ഞാൻ തന്നെ കുറിച്ച് വയ്ക്കുകയും ചെയ്യുന്നൊക്കെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ വിഷ്വലി അത് ചിന്തിക്കുന്നതുകൊണ്ട് ഞാനങ്ങനെ സ്ക്രിപ്റ്റിലേക്ക് മാറി ചിന്തിക്കുകയും സ്ക്രിപ്റ്റ് എഴുതാനുള്ള ശ്രമം തുടങ്ങി അങ്ങനെ സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങിയത്. എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു സിനിമയോ നാടകമൊക്കെ ചെയ്യണമെന്നൊക്കെ, സിനിമേനെ കുറിച്ചായിരുന്നില്ല, കുട്ടിക്കാലത്ത് നാടകമൊക്കെ കണ്ട് വളരാൻ തുടങ്ങി. ഇപ്പം എൻ്റെ ചേട്ടൻ നന്നായി നാടകം ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ കൊച്ചാണ്, ചേട്ടനത് 10-ലും പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ മുഴുവൻ നമ്മുടെ വീട്ടിലാണ് നടക്കുക. അപ്പം അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആലോചനയുണ്ട്, എന്താ ഈ ആൺപിള്ളേർ മാത്രം അതും പെൺവേഷം കെട്ടിയിട്ട് അവർ അന്ന് സ്കൂൾ നാടകമൊക്കെ അങ്ങനെ അവർ ആണുങ്ങൾ തന്നെ പെൺവേഷമൊക്കെ കെട്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിക്കും അപ്പം നമുക്കിത് ചെയ്തുകൂടെ, നമ്മളിത് മാതിരി ആൺവേഷമൊക്കെ കെട്ടിയിട്ട് നമ്മളുടെ പെണ്ണുങ്ങളുടെ നാടകം, അന്നത്തെ ബോധം അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഞാൻ ആൺവേഷം കെട്ടിയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷ്വലി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അന്ന് പിന്നെ ഈ ആഗ്രഹത്തിന് പോലെ ഒരു പേരൊന്നും കൊടുക്കാൻ അറിയില്ല. അപ്പം ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ എവിടെ ഇരിക്കുമ്പോഴും നമ്മളെല്ലാതും ഇങ്ങനെ അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം എപ്പോഴും കൊണ്ട് നടക്കും. നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലും ഒരു തിയേറ്റർ കാണുകയാണെങ്കിലും പ്ലേ കാണുകയാണെങ്കിലൊക്കെ ഇതിൻ്റെ ഒരു സാധ്യത എന്താണ് എന്നൊക്കെ ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചൊക്കെ നോക്കുന്ന ഒരാളായതുകൊണ്ട് എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി കുറച്ചും കൂടി ഗൗരവപൂർവ്വം അതിനെ കാണണമെന്നും എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതെല്ലാം ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അഭിനയത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം എഴുത്തോ ഡയറക്ഷനൊക്കെ ആണെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. ഇപ്പം സ്ക്രിപ്റ്റിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പം പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എഴുത്ത് തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ഒരു കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കുറച്ച് ആളുകളോട് സംസാരിക്കുകയും ഇനി നമുക്ക് ഇച്ചിരി ഫണ്ട് ഉണ്ടായാൽ മതി അതങ്ങ് ചെയ്യാം. നമ്മൾ ആർട്ടിസ്റ്റുകൾ റെഡിയാണ്, ക്രൂ റെഡിയാണ്, ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്ന രീതിയിലേക്ക് അതുണ്ട്. അത് കൂടാതെ ഞാൻ 2-3 സ്ക്രിപ്റ്റുകൾ പിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മുഴുവൻ സ്ക്രിപ്റ്റ് പറയല്ല, എന്നാലും അതിൻ്റെ ഒരു 1 ലൈൻ പറയുമല്ലോ. അപ്പം അത് കേട്ട് ഇഷ്ടപ്പെട്ട 1-2 പേര് ചേച്ചി അത് ചെയ്യുമോ എന്ന് പറഞ്ഞു അതിങ്ങനെ പതുക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 സ്ക്രിപ്റ്റ് തന്നെ. ഇപ്പം ഈ സ്ത്രീകൾക്കുള്ള ചാൻസുകളും റോളുകളും വളരെ കുറച്ചാണല്ലോ ഇപ്പൊ സിനിമകളിൽ.
ഇപ്പൊ ചേച്ചിയുടെ സ്ക്രിപ്റ്റിലും അങ്ങനെ സ്ത്രീകൾക്കുള്ള പ്രധാനം ഉള്ള റോളുകളാണോ? അങ്ങനെയെന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാനൊരു സ്ത്രീകളുടെ ജീവിത പരിസരമാണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മളെ ജനിച്ചു വളരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് സ്ത്രീകളോടാണ്. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു പൊതുസമൂഹമായിട്ടും വ്യത്യസ്തരായ മനുഷ്യരായിട്ടുള്ള ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പം എൻ്റെ ചിന്തയിൽ എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ജീവിതം, അതിൻ്റെ പ്രശ്നങ്ങൾ, ആഹ്ലാദങ്ങൾ, സാധ്യതകളൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചിന്തയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുമ്പോൾ ഇപ്പം നമ്മളെപ്പോഴും ഗെയ്സിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. ഇതുവരെ മെയിൽ ഗെയ്സിലാണ് ലോകം തന്നെ നിൽക്കുന്നത്, ആ ഗെയ്സിലാണ്. അപ്പം എന്താണ് സ്ത്രീകളുടെ ഗെയ്സ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലോ. ഈ ആണുങ്ങൾ പറയുന്നതാണോ അല്ലെങ്കിൽ പൊതുലോകം ഡിസൈൻ ചെയ്ത് വെച്ചതാണോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതല്ല നമ്മളെന്ന്. അവിടെ അല്ലാത്തൊരു നമ്മൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ആ അകത്തിരിക്കുന്ന നമുക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു നമ്മളെയും കൂടെ പേറിയിട്ടാണ് നമ്മൾ നടക്കുന്നത് ഈ ലോകത്ത്. അപ്പോൾ എനിക്ക് തന്നെ എപ്പോഴും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യരാണ് പെണ്ണുങ്ങളെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവരകത്തൊരു സ്ത്രീയുണ്ട്, അവർ പുറത്തേക്ക്. അതെല്ലാ മനുഷ്യർക്കും വേണ്ടി വരുന്ന ഒരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത്. എന്നാലും സ്ത്രീകൾക്ക് അത് കുറേയും കൂടി കൂടുതലാണ്. അപ്പോൾ എനിക്ക് തന്നെ അതിലൊരു തമാശ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്പേസുകളിലും നമ്മുടെ ഭാവനകളിലും നമ്മൾ എന്താണെന്ന് പറയാൻ കഴിയുന്ന കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവണ്ടേ. പിന്നെ അപ്പൊ ആ രീതിയിലൊക്കെ അതിപ്പോ ഞാനെങ്ങനെ ഇന്ന പക്ഷത്ത് നിന്ന് സിനിമ ചെയ്യുമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മൾ ബേസിക്കലി നമ്മൾ ഉൾപ്പെടുത്തുന്ന മനുഷ്യന്റെ കൂട്ടത്തിലാണ്. നമ്മൾ അതിൽ താഴെയോ കുറവോ ഒന്നും അല്ല. അതിൽ രണ്ട് വ്യത്യസ്ത പെണ്ണ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണ് ആണ് മാത്രമല്ല, പല ബൈനറികളും ഉണ്ടല്ലോ. ജെൻഡർ സെക്ഷൽ ബൈനറീസ് ഒക്കെ അത്രയും വലിയ സ്പെക്ട്രായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആണ് പെണ്ണ് എന്നുള്ള രീതിയിലോ എല്ലാ മനുഷ്യനെന്ന് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സ്പേസിൽ നിന്നിട്ട് പറയാവുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. അത് ഏത് പക്ഷത്തിൻ്റെതാവട്ടെ, അതിന് പ്രത്യേകിച്ച് മുൻകൂട്ടി ഇതാണ് ഞാൻ പറയൂ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം എത്ര മോർ ദാൻ 40-50 സിനിമകൾ? 50+ സിനിമകളായി. 3-4 എണ്ണൊക്കെ ഇനി ഇറങ്ങാനൊക്കെ ഉണ്ട്. അത് എന്താവോ എന്നറിയില്ല. കുറച്ചു കാലമായി അത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. റീസെന്റ് ഇറങ്ങിയത് വലതുവശത്തെ കള്ളന. ഒരുപാട് ഇപ്പം പല പല ക്യാരക്ടേഴ്സ് ആണല്ലോ എല്ലാ സിനിമകളും ചെയ്യുന്നത്. അതിനെന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തിട്ടാണോ ഓരോ ക്യാരക്ടേഴ്സും എടുക്കുന്നത്? ഹോംവർക്ക് ഇൻ ദ സെൻസ് അധികം അമ്മയായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അധികം അമ്മയായിട്ട് വരുമ്പോൾ തന്നെ ഒരു മധ്യവർഗ അമ്മ, മിഡിൽ ക്ലാസ് അമ്മയാണ്. അത് സ്വാഭാവികമായിട്ടും അതിന് ഹോംവർക്ക് എന്നുള്ള കാര്യത്തിൽ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ചെയ്യല്ല. ആ ക്യാരക്ടറിൻ്റെ ഒരു മാനസികമായിട്ട് അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അവരത്രയും സ്ട്രെസ്ഫുള്ളാണോ, റിലാക്സ്ഡ് ആണോ, ഹാപ്പി ആണോ, സോബറാണ്, അങ്ങനെ ഒരു പലതരം മാനസികാവസ്ഥയുള്ള അമ്മമാരുണ്ടല്ലോ. അപ്പോൾ അത് ഏറ്റവും ത്രൂ ഔട്ട് പോകേണ്ടത് എന്താണ്? അപ്പോൾ എനിക്ക് അധികം കിട്ടിയിട്ടുള്ളത് ഒറ്റയ്ക്ക് തന്നെ ജീവിതം നയിക്കേണ്ടുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ബോൾഡായിട്ട് ലൈഫിനെ കൊണ്ടുപോകണം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാത്ത ഒരു അമ്മയുടെ കഥാപാത്രമാണ് എനിക്ക് അധികം കിട്ടിയിട്ടുള്ളത് സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ എനിക്ക് വലിയ ഹോംവർക്ക് ചെയ്യേണ്ടി വരാറില്ല. ഞാൻ കണ്ട അമ്മമാരും അങ്ങനെയാണ്. ഒരു പരിധി വരെ എൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഞാൻ തന്നെ അതിനെ ക്യാരി ഓൺ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കത് കുറച്ച് മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്കമാലി ഡയറീസ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഉണ്ടല്ലോ ഒരു കുട്ടികളുടെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഒരു ബോധപൂർവം തന്നെ ഇട്ടതായിരിക്കാം. വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ റീമിയൊക്കെ പറഞ്ഞ മാതിരി വർത്തമീൻ്റെ കഷ്ടം പറയുമ്പോൾ ആളുകൾക്ക് ചിരിയ വരുന്നത്. ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്കും നമ്മൾ നോർമലൈസ് ചെയ്ത ഒരു സ്പേസിലാണ് ജീവിക്കുന്നത്. അത് വീടിനകത്ത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനത് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, അയ്യോ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ അത് തിരുത്തണ്ടേ? ഞാൻ പറഞ്ഞു അതിൻ്റെ കാര്യമില്ല, നോർമലി അത് അങ്ങനെയാണല്ലോ. നമ്മൾ പെൺകുട്ടികളെ അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമുക്കത് ഒരു പുട്ടിൻ്റെ കാര്യത്തിൽ പോലും അത് പറഞ്ഞപ്പോഴാണ് അവർ പുട്ടിൻ്റെ കാര്യത്തിൽ പപ്പടം കൊടുക്കുന്നതിൽ, മീൻ വറുത്തത് കൊടുക്കുന്നതിലൊക്കെ സ്പെഷ്യൽ കഷ്ണങ്ങൾ. ഇനിയിപ്പോൾ ആണുങ്ങൾക്ക് കൊടുക്കാൻ പപ്പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പിന്നെ അയ്യോ മോൾക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മി വറുത്ത് തരാറില്ല. അത് കഴിഞ്ഞു, അച്ഛനും ചേട്ടനും കഴിച്ചു എന്നേ പറയുള്ളൂ. അല്ലേ? നമ്മൾ അത്രയും നോർമലൈസ് ചെയ്തൊരു സ്പേസിലാണ് ആ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സിനിമയിൽ കണ്ടപ്പോൾ അതൊരു പ്രശ്നമാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? അപ്പൊ ചിലപ്പോൾ ഡയറക്ടർ അല്ലെങ്കിൽ അത് എഴുതിയാൽ അത് ബോധപൂർവം തന്നെ ചെയ്തതായിരിക്കും. അങ്ങനെ ഒരു തോട്ട് കൊടുക്കാൻ പറ്റിയെങ്കിൽ അത് നല്ല കാര്യമാണ്. അപ്പൊ ഞാനായിട്ട് അവിടെ കയറിയിട്ട് അങ്ങനെ പറ്റൂല, അങ്ങനെയല്ലല്ലോ നമ്മൾ ഫെമിനിസത്തെ കാണേണ്ടത്. ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്,
അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്, വളരെ ബോധപൂർവം അല്ലാതെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന അമ്മയും മക്കളൊക്കെ ഉണ്ട്. അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലുള്ളതുകൊണ്ടാണ് പാട്രിയാർക്കി നിൽക്കുന്നത്. അതെ, പാട്രിയാർക്കിയുടെ മാനേജേഴ്സ്, ഏറ്റവും നല്ല മാനേജേഴ്സ് സ്ത്രീകളാണ്. അപ്പോൾ അത് പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നേരത്തെ പറഞ്ഞ പോലെ ഫെമിനിസത്തെ കുറിച്ച് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഫെമിനിസം? ഈ മെൻ ഹേറ്റിംഗ് ആണോ, അല്ലെങ്കിൽ എന്താ പറയുക മെൻ ഡോമിനേറ്റിംഗ് ആണോ? ഇക്വാലിറ്റി എന്നുള്ളതാണല്ലോ ശരിക്കുള്ള ഫെമിനിസം എന്ന് പറയുമ്പോൾ, അല്ലേ? ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഈക്വൽ സ്പേസ് കൊടുക്കുക എന്നുള്ളത്. ഇക്വാലിറ്റി ഉണ്ട്, ഇക്വിറ്റിയുടെയും പ്രശ്നങ്ങളുണ്ട് അവിടെ. ഈ എല്ലാവരും ഈക്വൽ അല്ല നമ്മുടെ സിസ്റ്റത്തിനകത്ത്. ഇപ്പം നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് മെൻ ഹേറ്റിങ്ങും അല്ല. അങ്ങനെ അത് എനിക്കത് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ പ്രശ്നങ്ങളെ അപ്രോച്ച് ചെയ്യാനും ശീലിപ്പിക്കുന്ന ഒരു ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ലോകത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. അപ്പോൾ ഇന്ന് വരെ മനുഷ്യരുണ്ടാക്കി വെച്ച ഒരു 10,000 വർഷത്തിലേറെ ചരിത്രമാണ് പാട്രിയാർക്കിക്ക് ഉള്ളത്. ആ പാട്രിയാർക്കി വന്നതിന് ശേഷം ഉണ്ടായ മതവും പൗരോഹിത്യമൊക്കെയാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി മനുഷ്യർ സെറ്റിലാവുന്ന ലൈഫിൽ നിന്നാണ് സ്ത്രീകളും സെറ്റിലാവേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് പണം ഉണ്ടാവുന്നു, സ്വത്തുണ്ടാവുന്നു, പുരുഷൻ കൂടുതൽ വെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സെറ്റിൽമെൻറ്റ് ലൈഫിലെത്തുമ്പോൾ ഇതിനെല്ലാം നമുക്ക് തിരിച്ച് കൊടുക്കണം. കൈമാറണമെങ്കിൽ അയാളുടെ തന്നെ കുഞ്ഞുണ്ടാവണം എന്ന് പറയുന്നിടത്തുനിന്നാണ് നമ്മുടെ ലൈംഗികതയിൽ പോലുള്ള നിയന്ത്രണങ്ങൾ വരുന്നത്. അതിനു മുമ്പുള്ള സമൂഹത്തിലെ മനുഷ്യർ അങ്ങനെയൊന്നുമല്ല. പല മോഡലുകളുണ്ടെങ്കിൽ പോലും ജനറലി അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീക്കായിരുന്നു കൂടുതൽ പവർ ഉണ്ടായിരുന്നു. സ്ത്രീക്കും പവറുള്ള അമ്മ സമൂഹങ്ങൾ, കുട്ടി അച്ഛനാരാന്ന് പറയേണ്ടതില്ലാത്ത പൊതുവിൽ കുട്ടികളെല്ലാവരും ചേർന്ന് വളർത്തുന്ന സമൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിൽ നിന്നാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് അട്ടിമറിയുക. എല്ലാ നിലയ്ക്കും ഈ സ്ത്രീയും കുട്ടിയും എല്ലാവരും ഈ ആളുടെ മാത്രം അധികാര പരിധിയിൽ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടവരായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിലുള്ള മതങ്ങളുണ്ടാവുന്നു, മൂല്യവ്യവസ്ഥ ഉണ്ടാവുന്നു. അപ്പോൾ അത് എത്രയോ കാലമായിട്ട് അതിൻ്റെ ഒരു സൗകര്യം എൻജോയ് ചെയ്തവർക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിൽ പരുവപ്പെട്ട സ്ത്രീകൾക്കും അത് മനസ്സിലായി എന്ന് വരില്ല. അപ്പം നമ്മൾ അതിനെ മനസ്സിലാക്കിക്കാനുള്ളൊരു ശ്രമമാണ്. ഇങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സ്പേസുകൾ കൊടുത്തുകൊണ്ട് പോകണം. മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ആഗ്രഹവും വിചാരവും വികാരവും ഒക്കെ എല്ലാതും ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. പിന്നെ പുതിയ സ്റ്റഡീസൊക്കെ വരുമ്പോൾ പറയുന്നത് ഇന്ന് ഈ ചില സ്വഭാവ വിശേഷങ്ങൾക്ക് അച്ഛൻ്റെ DNA ആണ് കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് അച്ഛനെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ DNA ആണ്. ചില സ്റ്റഡീസ് നേരെ അമ്മ നമുക്ക് ഈസ്ട്രജൻ ഉള്ളതുകൊണ്ട് നമുക്ക് എമ്പതി കമ്പാഷൻ സ്ത്രീകളിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് വയലൻസ് ഇല്ലാത്തത്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഫിസിക്കൽ പെയിൻ ഇത്രയും നമ്മൾ എൻജോയ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ശരിയാണ്. നമുക്കറിയില്ല, ഇനി സയൻസ് പോകുമ്പോൾ ഇനി പിന്നെയും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. പക്ഷെ നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ശരിയാണല്ലോ, ഇങ്ങനെയാണല്ലോ. അപ്പോൾ മേ ബി പുരുഷൻ കാണിക്കുന്ന ഒരു വയലൻസ്, അഗ്രഷൻ കുറയുന്ന പെണ്ണുങ്ങൾക്ക് മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. അവർക്ക് കൂടുതൽ സമയം ഇതിനെല്ലാം ക്യാരി ഓൺ ചെയ്യണം. നമ്മൾ ഇത്രയും ദീർഘകാലത്തെ ഗർഭം, 9 മാസം ഗർഭിണി, അതിനെ നമ്മൾ ബെയർ ചെയ്യുന്നുണ്ട്. കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഇമോഷണൽ പെയിനും മാത്രം നമ്മൾ എടുക്കുന്നുണ്ട്. അത് 3-ാം ലോക രാജ്യങ്ങളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എടുക്കണം. ഈവൺ അവർ അപ്പർ ക്ലാസ്സോ മിഡിൽ ക്ലാസ്സോ ഒക്കെ ആവുമ്പോൾ പോലും ഒരു വീട്, കുട്ടികൾ എന്നുള്ളതിൻ്റെ ഇമോഷണൽ ബർഡൻ എടുക്കുന്നത് സ്ത്രീകളാണ് കൂടുതലും. പുരുഷൻ താരതമ്യേന അതിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റുകൾ ഭയങ്കരമാണ് ഇന്നത്തെ ലോകത്ത്. അതിനെ മനസ്സിലാക്കിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. രണ്ട് കൂട്ടരും എക്സിസ്റ്റ് ചെയ്യണമല്ലോ. എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ പാഠങ്ങളാണ് ഫെമിനിസം പറയുന്നത്. അല്ലാണ്ട് പുരുഷനെ വെറുക്കാനോ വെറുപ്പിക്കാനോ ഉള്ള കാര്യങ്ങളല്ല. നിർഭാഗ്യവശാൽ നമ്മളതിനെ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി എളുപ്പം അതാണ്. ഇവരെല്ലാം പുരുഷവിരോധികളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരേണ്ടി വരും. ഒരു മിററിങ് ഇതാണ്, അതായത് നിങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതല്ല ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെല്ലാം റിപ്പൾസീവായി മാറും. അതെ, റെബല്യസ് ആയിട്ട് മാറും, റിപ്പൾസീവായി മാറും. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു ഒരു നോർമൽ പിക്ചറിൽ നിന്ന് വ്യത്യസ്തയായി പോകുക. അവൾ ഇത്ര പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല, ഇവൾക്ക് മാത്രം എന്താ പ്രശ്നം? കാരണം ചിലപ്പോൾ 100 കണക്കിന് പെണ്ണുങ്ങളിൽ ഒരു പെണ്ണായിരിക്കും ഇത് ആദ്യം ചോദിക്കാനുണ്ടാവില്ല. 1000കണക്കിന് സ്ത്രീകളിൽ നിന്ന് ഒരു സ്ത്രീയായിരിക്കും ഇത് ആദ്യമായിട്ട് റിവോൾട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ ഇവൾക്ക് മാത്രം എന്താ കുഴപ്പം?
ഇത്ര കാലം ഇല്ലാത്തൊരു പ്രശ്നം. അപ്പോൾ പെണ്ണുങ്ങൾ ഇരുന്ന് പറയും, ഞങ്ങൾ പോയില്ലേ, ഞങ്ങൾ ജീവിക്കുന്നില്ലേ, ഞങ്ങൾ നടക്കണില്ലേ, ഞങ്ങൾ ബസ്സിൽ കയറണില്ലേ, ഞങ്ങൾ വണ്ടിയിൽ പോകണില്ലേ. അങ്ങനെ എല്ലാവരും അവരുടെ ഒരു എന്താ പറയണ്ട, അവരതിനെ ഉറപ്പിക്കും, ആ നോർമാലിറ്റീനെ ഉറപ്പിക്കും ഈ സ്ത്രീകളും ചേർന്ന്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു അപകടം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നമ്മൾ നോർമൽ എന്ന് വിചാരിച്ച ഒരു കാര്യം നോർമലല്ല എന്ന് ഒരു പെൺകുട്ടി പറയാൻ ശ്രമിച്ചതാണെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നത് സ്ത്രീകൾക്കെതിരാണ്. പുരുഷൻ മര്യാദ കാണിക്കണം എന്ന് പറയുന്ന ഒരു നിമിഷം തൊട്ട് ഈ ആണും പെണ്ണും എല്ലാം ചേർന്ന് നേരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത് ഈ പെണ്ണിനും പൊതുവായിട്ട് നീതിയെക്കുറിച്ച് സംസാരിക്കുന്ന, എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന, ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന പെണ്ണുങ്ങൾക്കെതിരല്ലേ ആവുന്നത്. അപ്പൊ ഹെയ്റ്റ് തുടങ്ങുന്നത് വീണ്ടും നമുക്കെതിരാണ്, തിരിച്ചല്ലെന്ന്, പുരുഷനെതിരല്ല, തിരിച്ച് നമുക്കെതിരെ തന്നെയാണ്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ഇങ്ങനെ എന്താ പറയുക റിയാക്ട് ചെയ്യുന്നല്ല, റെസ്പോണ്ട് ചെയ്യുന്നത്. അത് എങ്ങനെയായിരിക്കണം എന്ന് ആ പെണ്ണാണ് തീരുമാനിക്കേണ്ടത്. കണ്ട് നമ്മൾ അവരെ അത് ചട്ടം പഠിപ്പിക്കേണ്ട കാര്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ കുറച്ചും കൂടെ ബോൾഡാണ്. കാരണം മാത്രമല്ല, ഇന്നെന്ന് പറഞ്ഞാല് പഴയ കാലത്തെ പോലെയല്ല, ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് അകത്ത് കുറേയും കൂടിയും ഫ്രീഡവും കുറേയും കൂടി. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ അച്ഛനമ്മമാരെന്ന് പറയുമ്പോൾ നമ്മളെ ആഡഡ് എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, ഇങ്ങനെയല്ല കുട്ടികളോട് പെരുമാറേണ്ടത്. അപ്പം ഈ സമീപനം കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇവരെ വളർത്തുന്നത്. അപ്പം അത് കൊടുത്ത ഒരു ഓപ്പൺനെസ് അവർക്കുണ്ട്, ഒരു തുറവി ഉണ്ടാവും. പക്ഷെ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷനും വലിയ ലോകങ്ങളുടെ ഒരു സാധ്യത പോലെ സമൂഹം വികസിക്കുന്നില്ല. ചുറ്റുമുള്ള സമൂഹം എവിടെയോ സ്റ്റക്കാണ്. അപ്പോൾ അവരെ കോൺഫ്ലിക്റ്റ് ഭയങ്കര കൂടും. അതേസമയം ഈ കോൺഫ്ലിക്റ്റിലായ കുട്ടികളെ പല പ്രശ്നത്തിലെത്തിക്കാൻ തക്ക വിധത്തിൽ സമൂഹത്തിൽ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് മനുഷ്യബന്ധങ്ങളിൽ തീരെ കമ്മ്യൂണിക്കേഷൻ ലാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളൊരു വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് സീയിങ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടോയെന്ന് വെച്ചാൽ കാണുന്നുണ്ട്, പക്ഷെ ശരിക്കും നമ്മൾ കാണുന്നില്ല. ലൈക്ക് ഐ സീ യു എന്ന് പറയാൻ നമുക്ക് ആളുകളില്ല, അല്ലേ? ഞാൻ കണ്ടു. അതിപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വളരെ യങ് കപ്പിളാണ്, ഒരു കുഞ്ഞു വാവേൻ്റെ. അപ്പോൾ അവരിങ്ങനെ ആ കുട്ടി അധിക സമയം മൊബൈലിൽ, എനിക്കാണ് മേ ബി ഷീസ് 2 അത്രയൊക്കെ ഉണ്ട്, 2 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൊബൈലിലാണ്, അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് മൊബൈലാണ്. അവർക്ക് അവരുടേതായ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ കൊച്ചി സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ അവിടേക്കും കാണിക്കാനുള്ളത് ഈ മൊബൈലിലുള്ള എന്തോ ആണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അതൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അത്ര ഒരു അശ്രദ്ധയിലോ ഏതോ ഒരു വേറെ മാനസികാവസ്ഥയിലോ ഇരിക്കണേ. അപ്പം എനിക്കിന്നെ ഭയങ്കര വിഷമം തോന്നി. അവർ വളരെ യങ് കപ്പിളാണ്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നേ, ഈ കുട്ടിയുടെ സ്ക്രീമിങ് കൂടി വരുന്നത് പോലും അവരറിയുന്നില്ല. അപ്പം നമ്മൾ തന്നെ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ കാണണ്ടേ എന്നൊക്കെ ചോദിക്കും. വേറൊരു ഇടപെടൽ വരുമ്പോൾ മാത്രമാണ് അവരത് ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ലോകത്ത് നമ്മളെന്ന് മനുഷ്യരുടെ ഉള്ളിലുള്ള പ്രശ്നം കൂടെ അതാണ്, നമ്മൾ വി ആർ നോട്ട് സീയിങ് ഈച്ച് അതർ. ഇപ്പം എല്ലാവരും ഈ കോണ്ടന്റിന്റെ പുറകെയാണ് ഇപ്പം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ റീച്ച് കിട്ടാം, ലൈക്സ് കിട്ടാം, അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു ബസ്സിൻ്റെ ഒരു കേസ്. അതങ്ങനെയാണോ മീനാക്ഷി കാണുന്നത്? ബസ്സിൽ നടന്നൊരു ഇവൻ്റ് കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണോ അങ്ങനെ കാണുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞ എന്ന മനുഷ്യജീവിതം എല്ലാതും ഭയങ്കര എല്ലാ ഇമോഷൻസും, ഒരാൾ മരിച്ചു കിടന്നാൽ പോലും അതിനെ എങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കാം, വീണ് കിടക്കുന്ന ഒരാൾ ആദ്യം പിടിക്കുകയാണോ വേണ്ടത്, അതോ ഫോട്ടോ എടുത്ത് അത് റീച്ച് ഉണ്ടാക്കുകയാണോ, ഇങ്ങനെയുള്ള രീതിയിലേക്ക് അത്രയ്ക്കും പ്രകടനപരമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം എങ്ങനെങ്കിലും മനുഷ്യന് കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മണി കിട്ടുന്നുണ്ടെന്നുള്ളതും കൊണ്ട് മോണിറ്റൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധിവരെയും അതിൻ്റെ ഒരു ഗ്രീഡ് ഉണ്ടാവാം. ഏതിനും ഒന്നാമത്തെ എല്ലാതും നമ്മൾ മനുഷ്യൻ്റെ ഇമോഷൻസിന് തന്നെയാണ് മാർക്കറ്റ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതും അഡ്വർടൈസായിട്ട് കൊടുക്കുന്നതൊക്കെ, അല്ലേ? നമ്മളെ കോംപ്ലക്സിറ്റീസിനൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അപകർഷതകളെയാണ്, സങ്കീർണതകളെ മാത്രമല്ല അപകർഷതകളെയും കൂടെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഈ ലോകം. അപ്പോൾ അതിൻ്റെ സാധ്യത മനുഷ്യരും ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കുട്ടി അത് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിട്ടല്ല. അതായത് അത് ചിലപ്പോൾ അവൾക്ക്, ആ കുട്ടിയല്ലേ പറയണ്ടേ അവൾക്ക് എന്ത് തരം ടച്ചാണ് ഫീൽ ചെയ്തതെന്ന്. ആ ടച്ച് അനുഭവിച്ച ഒരാളല്ലേ പറയേണ്ടത്. നമുക്ക് ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് ഒരാൾ മരിച്ചു എന്നുള്ളിടത്താണ് നമുക്ക് ഈ പെൺകുട്ടിയോട് ഇത്രയും വലിയ ക്രിറ്റിസിസം വരുന്നത്. പക്ഷെ ഓരോ ദിവസവും ഈ ഭൂമിയിൽ
നമ്മുടെ രാജ്യത്തൊക്കെ പ്രത്യേകിച്ചും എന്തെല്ലാം തരത്തിലുള്ള അട്രോസിറ്റികളിലൂടെയാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഏറ്റവും ഒരു ദിവസം തന്നെ ശരാശരി 6 ബലാത്സംഗം ശരാശരി റിപ്പോർട്ടഡ് ആയിട്ട് വരുന്നതാണ്. 6.5 ആണ് വരുന്നത്. അതും കുട്ടികളെ വരാം, 3 വയസ്സ് 6 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളെ പോലും വെറുതെ വിടാത്ത തരത്തിലുള്ള അട്രോസിറ്റീസ് നടക്കുന്ന റേപ്പും ബ്രൂട്ടാലിറ്റിയും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നിർഭയ ഇഷ്യൂ ആണ് നമുക്ക് ചർച്ച ചെയ്തത്. പിന്നീട് കൽക്കട്ടയിലുണ്ടായ ആ ഡോക്ടർക്ക് നേരെ ഉണ്ടായിരുന്നത്. ഇതാണ് ആകെ മീഡിയ ചർച്ച ചെയ്യുന്നത്. പക്ഷേ എന്നും എന്ന് പറഞ്ഞോണം നമ്മൾ 6 വയസ്സായ കുട്ടീനെ 5 വയസ്സായ കുട്ടീനെ 2 പേര് തട്ടിക്കൊണ്ട് പോയിട്ട് റേപ്പ് ചെയ്തിട്ട് 3-ാം നിലയിൽ നിന്ന് താഴെ ഇടുന്നു. ഇത് മാത്രമല്ല, MLA പരസ്യമായിട്ടൊരു സ്ത്രീയെ അബ്യൂസ് ചെയ്യുന്നു. അവരമ്മേനെയും ആ സ്ത്രീനെയും വെയർഹൗസിൽ കൊണ്ടിട്ടിട്ട് അബ്യൂസ് ചെയ്യുന്നു, അടിക്കുന്നു, ചവിട്ടുന്നു, അങ്ങനെ വണ്ടി ഇടിച്ച് കൊല്ലുന്നു. ഇങ്ങനെ ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു കുട്ടി ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത, ഇതിനോടൊന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത, കാലാകാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ കാലത്ത്, ഇത്രയും ആധുനിക കാലത്ത് ഇത്രയധികം റേപ്പ് വിക്ടിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തനിക്കുണ്ടായ ഒരു ബാഡ് ടച്ചിനെ കുറിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു. അവർ കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് കണ്ടന്റിന് വേണ്ടി ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് ചിന്തിക്കാം, പോസിബിലിറ്റീസ് ആയിരുന്നു ചിന്തിക്കാനുള്ള, അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ ആ കുട്ടിക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട്, അവർക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഈ കണ്ട കാലമായിട്ടും ഇന്നും ഇനി നാളെ അത് തുടരും. അപ്പം നിങ്ങളൊക്കെ ഗൾഫിൽ ജീവിച്ച ഒരാളാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ബാച്ചിലർ ലോകം ഉള്ളൊരു സ്ഥലമാണത്. ഇത്രയും കൺട്രീസിൽ നിന്നുള്ള ബാച്ചിലേഴ്സ്, ഐ മീൻ ആണുങ്ങളാണ് അവിടെ, പെണ്ണുങ്ങളല്ല. എന്നിട്ട് നമ്മൾ എത്ര സേഫായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ നുണ പറഞ്ഞാൽ പോലും പെട്ടുപോകും. ആദ്യം തന്നെ സ്ത്രീയുടെ ഒപ്പം നിൽക്കുള്ള സിസ്റ്റം. അതിൻ്റെ അർത്ഥം അവർ തേജോവധം ചെയ്യുന്നൊന്നുമില്ല. ഈ ആളാരാണെന്ന് കാണിക്കുന്നില്ല, പേര് പറയുന്നില്ല, ഫോട്ടോ വരുന്നില്ല. പക്ഷെ ഇവിടെ ആദ്യം നടക്കുന്നത് എന്താണ്? ഒരു ആരോപിതനും ആരോപിതയ്ക്കും ഒരേപോലെ പ്രൈവസി ഉണ്ട്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ സിസ്റ്റം അത് കൊടുക്കില്ല. അപ്പം ഞാൻ പരാതിപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാനാ പരാതിപ്പെട്ടേന്നു, ഞാനൊരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു പുരുഷന് എതിരാണെങ്കിൽ ആ പുരുഷൻ്റെ പേരും ഇങ്ങനെ എല്ലാം വലിച്ചിട്ട് ഇത് അന്തിച്ചർച്ചയായി. അപ്പം ഞാൻ പറച്ചില്ല, എവിടെയെങ്കിലും ഒരു പ്രൊഫഷണൽ എത്തിക്സ് കാണിക്കണം. ഇത് ഏറ്റവും ആദ്യം നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ചോരുക. ആർക്കാണ് ഈ പത്രങ്ങൾക്ക് എങ്ങനെയാണ് ഈ വാർത്തകൾ കിട്ടുന്നത്? അതപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പോലീസ് സംവിധാനത്തെ വിശ്വസിക്കുക. അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമ്മളോട് ഒരു ഭാഗത്ത് പറയുന്നത് നമ്മൾ സ്ത്രീ സുരക്ഷയ്ക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ? നമ്മളൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആണെന്ന് പറയുന്ന ഒരു സാധനം അത്രയധികം ചോർന്നു പോയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മളെ പ്രശ്നത്തെ മുഖവിലേക്ക് എടുക്കാത്ത ഒരു സംവിധാനത്തിനകത്താവുമ്പോഴാണ് നമുക്കിത് ചെയ്യേണ്ടി വരുന്നത്. അത് അങ്ങനെ ആവുന്നത് സിസ്റ്റത്തിൻ്റെ കൂടി പരാജയമാണ്. അതല്ലാതെ നമ്മൾ ആ കുട്ടിയെ ഒറ്റയ്ക്ക് അടച്ചാക്ഷേപിക്കല്ല വേണ്ടത്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം പെണ്ണുങ്ങൾ നിരന്തരം അനുഭവിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് ഇടിച്ച് ഇങ്ങനെ ചാളടക്കിയ മാതിരിയല്ല ബസ്സുകൾ പോകേണ്ടത്. നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ എവിടത്തെയും പോലെ സീറ്റ് നിറഞ്ഞ് മിനിമം ഇത്ര പേർക്കും കൂടെ നിൽക്കാം. അപ്പോൾ ഒരു ബസ്സിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിയിൽ ആൾ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടോളണം. എന്തിനാണ് മനുഷ്യന്മാർക്ക് ശ്വാസം വിടാൻ പറ്റാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ബോംബുകളാണ്, അപ്പുറം ഇപ്പുറമൊക്കെ ബോംബ് വെച്ച ആളുകളെ പോലെ നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യം എന്താ? അപ്പോൾ മനുഷ്യന്മാർ റിലാക്സ് ചെയ്തും സമാധാനപൂർവ്വം യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ. ഈ ബസ്സിന് ഇത്ര പേരെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അതാണ് കൃത്യമായിട്ട് പാലിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റിനുള്ള പ്രശ്നം സാധ്യത വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ചില റൂൾസും റെഗുലേഷൻസും അത് അങ്ങനെയാണെങ്കിൽ അത് പാലിക്കാൻ നിർബന്ധിക്കുക തന്നെ വേണം. അത് വെറുതെ ഇങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചാൽ പോരാ. ലേഡീസിന് മാത്രമായിട്ടുള്ള ബസ് വരണം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ. ഞാനതൊരിക്കലും അംഗീകരിക്കില്ല. ഒന്നാമത്തെ ഈ ലേഡീസ് ഓൺലി, ബോയ്സ് ഓൺലി വിദ്യാഭ്യാസം ആദ്യം നിർത്തണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യേണ്ടവരല്ലേ? നമ്മൾ എന്തിനാണ് ഈ ചെറിയ പ്രായം തൊട്ട് ഈ കുട്ടികൾക്കൊക്കെ വേറെ വേറെ സ്കൂൾ? അവർ ഒന്നിച്ച് പഠിക്കട്ടെ, ഒന്നിച്ച് സമൂഹത്തിനെ മനസ്സിലാക്കട്ടെ, ഒന്നിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണട്ടെ. അല്ലെങ്കിൽ ഈ ഓൺലി ആയിട്ട് പോവുക എന്നുള്ളതല്ല അതിനുള്ളൊരു ഇത്. അത് പിന്നെയും കുറേ കെയോസ് ഉണ്ടാക്കുള്ളൂ. നിങ്ങളിവിടെ കോ എക്സിസ്റ്റ് ചെയ്യേണ്ടവരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോൾ അതിന് മ്യൂച്വൽ റെസ്പെക്റ്റ് എങ്ങനെ ഉണ്ടാവണം, കുറച്ചും കൂടി എംപതറ്റിക്കലി എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ എല്ലാ വീട്ടിൽ നിന്നും ഒരു അച്ഛനമ്മയാണല്ലോ ഈ കുട്ടികളെ വിടുന്നത്. ഇതൊക്കെ മറ്റേ കുട്ടീനെ പോയി ആക്രമിക്കൂ എന്ന് പറഞ്ഞിട്ടാണോ നമ്മളവിടെ കുട്ടികളെ വിടുന്നത്? എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. ഞാൻ 2 ആമക്കളെ വളർത്തുന്ന ഒരു സ്ത്രീയാണ്.
അപ്പം ഞാൻ എൻ്റെ കുട്ടികളോട് എന്താ പറയുക, പെണ്ണുങ്ങളോട് മിണ്ടണ്ട, നോക്കണ്ട, തൊടണ്ടെന്നല്ലല്ലോ പറയണ്ട, ജെന്റിലായിട്ട് പെരുമാറൂ. നിങ്ങളുടെ സൗഹൃദത്തിനും നിങ്ങളുടെ പ്രണയത്തിനും നിങ്ങളുടെ എല്ലാത്തിനും നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പുറത്തുനിന്നുള്ള റിയാക്ഷൻസും റെസ്പോൺസും മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം എന്നൊരു ആരോഗ്യകരമായി പഠിപ്പിക്കില്ല വേണ്ടത്. അല്ലാണ്ട് നീ അവളെ നോക്കരുത്, ഇവളെ നോക്കരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, നോ, അതല്ല അതിനുള്ള ഒരു വഴി. അവരൊന്നിച്ച് വളരട്ടെ, ഒന്നിച്ച് കളിച്ച് പഠിച്ച് ചിരിച്ച് തല്ലൂടി വളരട്ടെ. അവർ ഈ ലോകത്തിനെ മാനേജ് ചെയ്യേണ്ടവരാണ്. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുള്ളൊരു സമൂഹം ഉണ്ടാക്കാനുള്ള പ്രാപ്തിയിലേക്ക് ആ കുഞ്ഞുങ്ങൾ പോകണമെങ്കിൽ നമ്മളുടെ ഈ കുബുദ്ധികൾ മാറ്റി വെച്ച് അവരെ വളരാൻ അനുവദിക്കണം. ചേച്ചിയുടെ ഓട്ടോബയോഗ്രഫീനെ കുറിച്ച് തന്നെ നമുക്ക് ചോദിക്കാം. നിന്ന് കത്തുന്ന കടൽ, ഈ നിന്ന് കത്തുന്ന കടലുകൾ, അതിന്റെ ഒരു കടലുകൾ എന്ന് പറയുമ്പോൾ കടലിനോട് അത്രത്തോളം ഇഷ്ടം കൊണ്ടാണോ ഈ നിന്ന് കത്തുന്ന കടലുകൾ എന്നുള്ള ഒരു പേര് വരാൻ കാരണം? കടലിനോട് ഇഷ്ടമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അത് കടല് കാണുന്നത് ആദ്യമായിട്ട് അമ്മയോടൊപ്പം പോയിട്ടാണ് കടല് കാണുന്നത്. പിന്നെ അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അമ്മയായിട്ട് റിലേറ്റ് ചെയ്യുന്നതും ഉള്ളൊരു ഓർമ്മയും മാത്രമല്ല, കടല് പോലെ മനുഷ്യരുടെ ജീവിതം ഭയങ്കര വൈവിധ്യമല്ലേ. അതെ. അപ്പം നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ളത് കടലിലും അണയാത്ത തീയുണ്ട്, അതായത് വാൽക്കണോസ് എറപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പം അത് ആ വെള്ളത്തിലും കെട്ടുപോകാതെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണ് അസർബൈജാനിൽ എവിടെ ഒരു മലയുണ്ടല്ലോ, മഴയിലും മഞ്ഞിലും ഒന്നും കെട്ടുപോകാതെ നിന്ന് കത്തുന്ന മലയുണ്ടല്ലോ. അപ്പം എന്നതുപോലെ കടലിലും അങ്ങനെ തീയുണ്ടെന്നാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ മനുഷ്യരിങ്ങനെ പുറമേക്ക് ഇങ്ങനെ പലതും ആണെന്നും ശാന്തമാണെന്നൊക്കെ തോന്നുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വേവും നീറ്റലൊക്കെ ആയിട്ടാണല്ലോ അത് കൂടുതലും. അമ്മമാരെ ആണ് ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ കുറേ അടുത്ത് ഇടപഴകിയ സ്ത്രീകളെ കണ്ടതുകൊണ്ട് അങ്ങനെ കടലുകൾ എന്നുള്ളത് അമ്മമാരെ കൂടി ഉപമിച്ചാണ് ഞാൻ എഴുതിയത്. അത്രേ ഉള്ളൂ. അത് ലൈഫിൽ വരുന്ന ഒരു ഫുൾ ജേർണി തന്നെ ഒരു ബുക്കിലുണ്ട് എന്നുള്ളതാണ്. ഒരു 50 വർഷത്തെ എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും ആണ് അത്. പിന്നെ അതിൽ സ്വാഭാവികമായിട്ട് 21 വയസ്സ് മുതൽ 26 കൊല്ലം എൻ്റെ ഒരു ജീവിതം വിവാഹത്തിന് ശേഷമായതുകൊണ്ട് മാരീഡ് ലൈഫ് കുറച്ചധികം വന്നു പോകും. കാരണം ഞാൻ 21 വയസ്സ് വരെയാണ് വീട്ടില്. അത് കഴിഞ്ഞ് വീണ്ടും 26 കൊല്ലം എൻ്റെ ദാമ്പത്യം. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഈ 8 കൊല്ലമായിട്ട് നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ പറയുന്നത് സെഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ പോവാണ്. ഒറ്റയ്ക്കെന്ന് പറയാനില്ല, മക്കള് കൂടെ ഉണ്ടല്ലോ. പാർട്ട്ണർ ഇല്ല എന്നുള്ളത്. നമ്മൾ സ്നേഹിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കണം എന്നുള്ള പറയുന്ന രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം ഉണ്ട്, ഒരു സമാധാനം എന്നുള്ളൊരു. എനിക്ക് തോന്നുന്നു വെച്ചാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ബിലോങ്ങിങ് ഫീല് വേണം. നിങ്ങൾക്ക് എന്തുണ്ടായാലും നിങ്ങൾ എവിടെയെങ്കിലും ഉൾപ്പെടുന്നു എന്നുള്ളൊരു ആലോചനയാണ് നമുക്ക് സന്തോഷം തരുന്നത്. നിങ്ങൾക്ക് എത്ര പണുണ്ടാവട്ടെ, എത്ര ആർഭാടങ്ങളുണ്ടാവട്ടെ, പക്ഷെ യു ബിലോങ് ടു സംവെയർ എന്ന് പറയുമ്പോൾ വല്ല മരത്തിലോ കല്ലിലോ അല്ലല്ലോ, ഒരു മനുഷ്യനിൽ നമ്മൾ അതായത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴും നമുക്കൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, നമ്മളുടേത് എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മനുഷ്യന്മാർക്കൊരു ആവശ്യം തന്നെയാണ്. അതൊരു അധിക ആവശ്യമൊന്നുമല്ല, ഒരു അതിമോഹമല്ല, അത് വേണം. അതുകൊണ്ടാണല്ലോ നമ്മൾ അച്ഛനും അമ്മയൊക്കെ കൂടിയായിട്ട് ജീവിക്കുമ്പോഴും നമ്മളെ വളർച്ചയുടെ ഒരു പ്രോസസ്സിൽ നമുക്ക് ഏകാന്തത വരുന്നത്. അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ മാത്രം സ്നേഹം മതിയായിരുന്നല്ലോ. മനുഷ്യർക്ക് ആ സ്നേഹം മാത്രം പോരാ. അപ്പം അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പും കൂടി വേണ്ടി വരുന്ന ജീവികളാണല്ലോ നമ്മൾ, എല്ലാ ജീവികളും. അപ്പം ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല. എൻ്റേതെന്ന് പറഞ്ഞൊരു പാർട്ട്ണർ, അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ബിലോങ്ങിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. നിർഭാഗ്യവശാൽ അതങ്ങനെ ബോൾഡ് സ്റ്റെപ്പിലോട്ട് പോകാനുള്ളൊരു ഞാനല്ലല്ലോ എപ്പോഴും അതായത് ആ തീരുമാനം എടുത്തത് പുള്ളിക്കാരനാ. അപ്പം ഞാൻ അതിനകത്ത് ബോൾഡ്നെസ്സിൻ്റെ ഒരു പ്രശ്നവും വരുന്നില്ല. അതൊരു ധൈര്യത്തിൻ്റെ അല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 2 മനുഷ്യന്മാർക്ക് ഒന്നിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥകൾ വരും. അത് ചിലപ്പോൾ നമ്മൾ തന്നെ അപരിചിതരായതുകൊണ്ടാവാം. നമ്മൾ പോകെ നമുക്ക് പരസ്പരം മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ പരസ്പരം അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരു സ്പേസ് കിട്ടാത്ത ഒരവസ്ഥയിലാണല്ലോ നമ്മളൊക്കെ ഡ്രൈ ആയി പോകുന്നതും വേറെ ചുമലുകളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നതും. മനുഷ്യരെ നിലനിർത്തുന്നത് ഇതര ബന്ധങ്ങളും കൂടിയാണ്. നമ്മളിപ്പോൾ അതിന് അവിഹിതം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെങ്കിലും ബഹുഭൂരിപക്ഷം ബന്ധങ്ങളിലും അങ്ങനെ ഒരു ചില ഇതര ബന്ധങ്ങൾ അതിനെ സസ്റ്റൈനബിൾ ആക്കാൻ കൂടി, ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന് തോന്നരുത്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ ആ സ്പേസിനെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അല്ലാത്തൊരു സമയത്താണ് മനുഷ്യരെല്ലാം ഇതര ബന്ധങ്ങളിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്നത്. അതൊരു തെറ്റല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്കും അങ്ങനെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടുമേ അക്കോമഡേറ്റ് ചെയ്യാത്ത, ഇമോഷണലി അക്കോമഡേറ്റ് ചെയ്യാത്തത് വരെ തന്നെ ഐ സി യു
എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഇല്ലാതായി പോകുന്ന ആ സമയം തൊട്ട് വേദനിച്ച് നമ്മൾ അതിൽ ജീവിക്കും. പിന്നെ ആ വേദനയുടെ ഘട്ടം കഴിയുമ്പോൾ നമ്മൾ എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരും. അപ്പം നമ്മൾ വേറെ തോളുണ്ടോ എന്ന് അന്വേഷിക്കും. ചിലപ്പോൾ ആ തോള് നമ്മുടെ മുന്നിൽ വന്നു പെടും. അപ്പോൾ നമ്മൾ അതിലൊന്ന് ചായും. ഇതെല്ലാം നമുക്ക് ഈ പൊസസീവ്നെസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ സംഘർഷം ഉണ്ടാക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളുടെ വഴി തിരഞ്ഞെടുക്കട്ടെ എന്ന് നമ്മൾ വളരെ ജനാധിപത്യപരമായി അതിനെ വിട്ടുകൊടുക്കും. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു വയ്ക്കൽ മാത്രമല്ല എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കും. സത്യത്തിൽ പിടിച്ചു വയ്ക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ അത് മോശം കാര്യമായതുകൊണ്ട് അതിനകത്ത് സന്തോഷമില്ല എന്നൊക്കെ നല്ല തിരിച്ചറിവുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ പിടിച്ചു വയ്ക്കാൻ അതിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് അതങ്ങനെ പിരിഞ്ഞു പോകുന്ന പറഞ്ഞാൽ ആൾ വേറെ പാർട്ട്ണറായിട്ട് അങ്ങ് ജീവിക്കുന്നു. അത് വലിയ നല്ല പ്രോസസ്സൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് അതൊരു ധൈര്യമുള്ള പ്രോസസ്സല്ലായിരുന്നു. അതെന്നെ ആകെ തകർത്തൊരു പ്രോസസ്സായിരുന്നു. വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് 2-3 കൊല്ലം പോയത്. ആ സമയത്ത് സിനിമ വഴി സംഭവിച്ചതുകൊണ്ട് മേ ബി കുറച്ചൊന്നും ഓവർകം ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ അതുവരെ അല്ലാത്തൊരു പാത്തിലേക്ക് പോകുന്നു, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു, നമുക്ക് പണം കയ്യിൽ കാശ് വരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത്, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ തരുന്നൊരു ആത്മവിശ്വാസവും സമാധാനവും ഉണ്ട്. അപ്പോഴും നമുക്ക് നമ്മളൊരു പാർട്ട്ണർ ഇല്ല എന്നുള്ള ഒരു വേദനയൊക്കെ അപ്പോഴും ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞ ഒരാളില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് കേരളത്തിൻ്റെ ഒരു സമൂഹത്തിൽ നമ്മൾ ആ ഒരു ഏജിലൊക്കെ എത്തിയിട്ട് ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോഴേ എന്താ നമ്മൾക്കെന്തോ കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലാണ്. നമ്മൾക്കെന്തോ കുഴപ്പം ഉണ്ടായിരുന്നു. ഇത് ആർക്കും കുഴപ്പമുണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം 83% കല്യാണങ്ങൾ കോടതിയിലൊക്കെ എടുക്കുന്നത്. അതെ. എന്തുകൊണ്ടാണ് അവർ പിരിയാൻ ഇത്ര ഡിലേ വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് മ്യൂച്വലി പോകാൻ ഇത് സമ്മതിക്കൂല. ഞാൻ എൻ്റെ പാർട്ട്ണർ ഏറ്റവും മോശക്കാരനാണ്, തിരിച്ച് ആ പാർട്ട്ണർ ഈ പാർട്ട്ണർ മോശക്കാരിയാണെന്നും സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ തന്നെ ഒരു 10-30 വർഷം പോയി കിട്ടും. അങ്ങനെ 10-15 മിനിമം 10 വർഷങ്ങളും പോയി കിട്ടും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെയും കോടതിയെയും ഞങ്ങൾ പരസ്പരം യോജിച്ച് പോവാൻ യോഗ്യരല്ല എന്ന് തെളിയിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞിട്ടാണ്. അപ്പം അതിന് വേണ്ടുന്ന കാരണങ്ങൾ അത് ഓട്ടയടച്ച് നമ്മളത് എഴുതി ഉണ്ടാക്കണം. അതിന് പറ്റിയ വക്കീലന്മാരുണ്ടാവും, അവർ കാര്യം പറഞ്ഞവർ ഇങ്ങനെ എഴുതിയാൽ ഇത്ര കാശ് കിട്ടും. അങ്ങനെ മൊത്തത്തിൽ ഒരു സാമ്പത്തിക ഇടപാടും കൂടിയാണ്. ഇതിപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചവിടെ അയക്കുകയാണ്. അപ്പം ഇതെല്ലാം തിരിച്ചു വരുന്നതൊന്നും ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. ഇവരെല്ലാവരും പറയാ ഞങ്ങൾക്കൊന്നും ഒരു ഡിമാൻഡില്ല, ഇവർക്കൊന്നും ഡിമാൻഡില്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും അനാഥാലയത്തിൽ പോയിട്ട് ഒരു പെൺകുട്ടീനെ കിട്ടിയാൽ പോരെ. ഇവർക്കൊക്കെ ഡിമാൻഡ് ഉണ്ട്. അവർക്ക് അവരുടെ ജാതിയിലായിരിക്കണം, അവരുടെ കുലത്തിലായിരിക്കണം, അവർക്ക് തറവാട്ട് മാഹാത്മ്യം നോക്കണം, പിന്നെ സാമ്പത്തികമായ ചുറ്റുപാടുകൾ നോക്കണം. അങ്ങനെ എല്ലാ തരത്തിലും ഇക്വേഷൻസ് ഓക്കെ ആവുന്ന ഒരു ബന്ധത്തിനാണ് ഇവരൊക്കെ മുതിരുന്നത്. സിംഗിൾ പാരന്റിങ് കൺസെപ്റ്റും എന്ന് പറയുന്ന സത്യത്തിൽ 2 പേരും പാരന്റിങ്ങിലാണ് ഇപ്പോൾ നിൽക്കേണ്ടത്. പാരന്റ്സ് പിരിഞ്ഞു എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒറ്റയ്ക്കാക്കാനുള്ള ഒരു നീതീകരണമല്ല. ആ കുട്ടിയുടെ കാര്യങ്ങൾ അച്ഛനും അമ്മയും തന്നെ ചെയ്യേണ്ടത്. അത് നമ്മൾ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഒരു കുട്ടിയെ കാണാൻ കോടതിയിൽ നിന്ന് വിധി വാങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും. അങ്ങനെയൊന്നും അല്ല അത് വേണ്ടത്. ആ കുട്ടിയുടെ മേലെ അച്ഛനും അമ്മയ്ക്കും ഉത്തരവാദിത്വം ഉണ്ടെന്ന് തന്നെയാണ് വരുത്തേണ്ടത്. അപ്പം അച്ഛനും അമ്മയും കുട്ടീനെ മാറി കെയർ ചെയ്യണം. അച്ഛൻ്റെ കൂടെ നിൽക്കണം, അമ്മയുടെ കൂടെ നിൽക്കണം. ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൂടെ കൊച്ചിനെ സിനിമയ്ക്കോ പാർക്കിലേക്കോ കൊണ്ടുപോകാനും പറ്റണം. അപ്പം ആ രീതിയിൽ മനുഷ്യബന്ധങ്ങൾക്ക് ഒരു മാന്യത കൊടുത്താലാണ് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിർഭാഗ്യത്തിന് ഇത് കൊച്ചിനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബാർഗെയിൻ ചെയ്യാം. കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഭയങ്കര അനീതിയായിട്ട് എനിക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇന്നത്തെ ജനറേഷൻ. അപ്പൊ നമ്മള് ചില ആ കുട്ടികൾ എന്താണ് എനിക്ക് ചിലപ്പോ ഒക്കെ ഇങ്ങനെ തോന്നി, ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന കുട്ടികളോട് തന്നെ നമ്മള് ഒറ്റയ്ക്കെന്നല്ല സിംഗിൾ പാരന്റിങ്ങിൽ ഒക്കെ പോകുന്നത്. അപ്പൊ എൻ്റെ കുട്ടികൾക്ക് 18-20 വയസ്സായപ്പോഴാണ് അവര്. പക്ഷെ എന്നിട്ട് പോലും ചെറിയ മകന് ഭയങ്കരമായിട്ട് ഒരു ചൈൽഡ് ഡിപ്രഷൻ പോലെ അവന് വന്നു. അവൻ ഇന്നും അത് പറയും. ഇന്നലെയും പോലും സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല അമ്മ, അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവാം ഞങ്ങളൊക്കെ അതിനെ ഓവർകം ചെയ്തു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഫാമിലി, അച്ഛനും അമ്മയും ചേർന്ന് ഫാമിലി തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അതെ, നമുക്കറിയാം ആരെയും കുറ്റമല്ല. അവർ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ഇത് എടുത്ത തീരുമാനം എവിടെയെങ്കിലൊക്കെ തെറ്റായി പോയി എന്നുള്ളത്? ഞാനെന്താണ് അതിൽ തീരുമാനിക്കേണ്ട ഒരാള്? ഞാനിപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞത് പോകരുതെന്ന് തന്നെയായിരുന്നു. അപ്പം പിന്നെ ഇതിനകത്ത് എൻ്റെ തീരുമാനത്തിന് എന്താ പ്രസക്തി ഉള്ളത്? സസ്റ്റൈനബിൾ റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നല്ലത് ആണ്. അല്ലെങ്കിൽ ഈ പ്രോസസ്സൊക്കെ അവർക്കും ട്രോമാറ്റിക് ആണ്. അല്ല, അതുകൊണ്ടാണ് ട്രോമാറ്റിക്. അതെ, ഇപ്പോഴത്തെ കുട്ടികൾ കല്യാണമേ വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ അവർ കണ്ടു വളരുമ്പോൾ ഒരു അത്ര സന്തോഷമുള്ള ജീവിതങ്ങളല്ലല്ലോ. അപ്പം അവരങ്ങനെ സ്വാഭാവികമായിട്ട് തീരുമാനിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഗുണകരമായ കാര്യം എന്ന് പറഞ്ഞാൽ
അവർ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിച്ചു കാണും വേണമെങ്കിൽ. ഇനി അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കാരണം ആ ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അവരെ കേൾക്കുക എന്നുള്ളതല്ലാതെ. അല്ല, അവർക്കും സമൂഹത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസറബിൾ ആയിരിക്കണ്ടേ, എന്തുകൊണ്ട് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രഷർ. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺപിള്ളേർ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും 30 വയസ്സൊക്കെ ആയിട്ടും കല്യാണം 25 കഴിഞ്ഞ വിവാഹം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വല്ല ലവ് ഫെയിലിയർ ഉണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ ഒന്ന് ഡേ ബൈ ഡേ അവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും. കാരണം അവരെന്ന് വെച്ചാൽ നമ്മളെ പൊതുവെ വളർത്തുന്നത് കല്യാണം കഴിച്ച് കുടുംബം ഉണ്ടാക്കി സെറ്റിൽ ചെയ്യാനാ. അതിനപ്പുറമുള്ള വേറെ ഒരു ലോകവും നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ജാതി മതം അങ്ങനെ വളരെ സ്പെസിഫിക്കേഷനുള്ളൊരു ഘടനയ്ക്കകത്ത് നിൽക്കണം എന്നാണ് രക്ഷിതാക്കൾ വിചാരിക്കുന്നത്. അതിൽ നിന്ന് മാറിപ്പോകുന്നതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ചോയ്സസ് ഒന്നും നമ്മൾ മാനിക്കാനും തയ്യാറല്ല. അപ്പം മേ ബി അവർ ലിവ് ഇൻ റിലേഷനിൽ പോകാം. പിന്നെ ഈ സപ്പോർട്ടിങ് സിസ്റ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കയോസ് വന്നാലും അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവരും കുറേയും കൂടിയും അടിച്ചു പിരിഞ്ഞ് കുറേയും കൂടി കയോസിലേക്ക് തന്നെ കൂടുതൽ പോകും. അപ്പം ഞാൻ മനസ്സിലാക്കി ഒരാളുടെ തിരഞ്ഞെടുപ്പാണ്, അത് അവരുടെ ഇഷ്ടമാണെന്ന് നമ്മൾ മാനിക്കാനും അവരെ കുറച്ചും കൂടി കെയർഫുള്ളി ഡീൽ ചെയ്യുക. അവർ പരസ്പരവും നമ്മളും ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കൊടുക്കാനാണ് അവരെ പ്രേരിപ്പിക്കേണ്ടത്. അതല്ലാതെ ഈ മനുഷ്യർ തമ്മിലുള്ള തിരഞ്ഞെടുപ്പുകൾ മുഴുവൻ അബദ്ധത്തിലാവണമെന്ന് പ്രാപിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആവരുത്. അത് ഭയങ്കര അപകടം ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഈ റീസൺ ഞാൻ കഴിഞ്ഞ ദിവസം കാണുക വെച്ചാൽ കൂടുതൽ ഭയങ്കര ആൻറ്റി സോഷ്യലായിട്ടും എസെക്ഷലായിട്ടുള്ള മനുഷ്യന്മാരെയാണ് ഈ പ്രവണത ഉണ്ടാക്കണേന്ന്. മനുഷ്യരങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. അത് ഭയങ്കര അപകടകരമാണ്. അപ്പോൾ കുറേ റിച്ച് ആയിട്ടുള്ള വളരെ ഹൈ പ്രൊഫൈലായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമായിരിക്കും ഇനി പ്രണയവും സെക്സും ഒക്കെ സാധ്യമാവുന്ന ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ. അതല്ലാത്ത വളരെ ലോ പ്രൊഫൈൽ ജീവിതങ്ങൾ ജീവിക്കേണ്ടിയെന്ന് വരുന്ന മനുഷ്യർക്ക്, ആണിനും പെണ്ണിനും ഈക്വലി ഇത് പോസിബിൾ അല്ലാത്ത വിധത്തിൽ ഈ സിസ്റ്റം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഉണ്ടായിക്കൂടാന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒരു ഭാഗത്ത് മുറുകി വരുന്നു. ഇപ്പുറത്താണെങ്കിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയും ഈ സസ്റ്റൈനബിൾ ആണ്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ മനുഷ്യരുടെ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പം ഇത് മുഴുവനും ആകെ നമ്മളെ സംശയാലുക്കളാക്കും. ഇപ്പം അതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ചില കോൾ ഔട്ടുകൾ കേൾക്കുമ്പോഴേ സത്യത്തിൽ ഈ കോൾ ഔട്ടുകൾ സത്യത്തിൽ അത്ര പ്രശ്നമുള്ള കോൾ ഔട്ട് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ്. നമ്മൾ ഈ പറഞ്ഞ കൺസർവേറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിൻ്റെ അകത്തുനിന്ന് അടികൂടിയിട്ട് വരുന്ന മനുഷ്യരാണ്. അപ്പോൾ അവർ ഈ പുറത്ത് വന്നിട്ട് ചെറിയൊരു സ്പേസിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പിനകത്ത് മാത്രം സാധ്യമാവുന്ന ഒരു ജീവിതമാണ് അതൊക്കെ. ലിവ് ഇൻ റിലേഷൻ ഓർ അതർ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നതൊക്കെ. അവിടെ പെട്ടെന്ന് ഈ കോൾ ഔട്ട് ഉണ്ടാകുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് പുരുഷനാണല്ലോ ആധിപത്യം. അത് സെക്സിലാണെങ്കിലും മെയിൽ ഡൊമിനേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അധികമായ അപകടം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്നുള്ളൊരു ബോധത്തിലേക്കാണ് അത് പോണത്. കാരണം നമ്മളുടെ ലൈംഗികതയിൽ നമുക്ക് ഏജൻസി ഇല്ല എന്നാണ് പറയുന്നത്. പ്രണയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പരസ്പരം അറിയുന്ന ഒരു ബന്ധത്തിൽ നമുക്ക് നമ്മുടെ ലൈംഗികതയിൽ ഏജൻസി ഇല്ലാത്ത ഒരു ഡയലോഗ് നമ്മൾ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്താൽ ഈ സിസ്റ്റം മൊത്തം നമുക്കെതിരാവും. സ്റ്റേറ്റ് നമുക്കെതിരാവും, റിലീജിയൻ നമുക്കെതിരാവും, കുടുംബം നമുക്കെതിരാവും. അപ്പം എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കുറേയും കൂടി റെസ്ട്രിക്റ്റഡ് ആവും. അതിന് അത്രയ്ക്ക് ഒരു വലതുപക്ഷത്തേക്ക് പോകുന്ന ഒരു സമൂഹമാണ് ഇവിടെ. കുറേയും കൂടെ സൈലൻസിലേക്ക് പോകാൻ മാത്രമല്ല നമ്മൾ തീരെ ഒരു ചോയ്സ് ഇല്ലാത്തത്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഈ പേടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. ഈ പേടി ആണിനും ഉണ്ട്, ഈ പേടി പെണ്ണിനും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഓൺഗോയിങ് പ്രോസസ്സിൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ വളരെ സെക്ഷലായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്. അതത്ര ഗുണകരമല്ല ആ ഒരു ജീവിതം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പം ഭാര്യ അമ്മ എന്ന് പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് ഒരുപാട് ലേബിൾസ് ഉണ്ടല്ലോ. ഇത് അവരുടെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആവുന്നുള്ള ഒരു ആ ലേബിള് ഭാര്യ അമ്മ, നല്ലൊരു ഭാര്യ നല്ലൊരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യലി സംഭവങ്ങൾ ഒന്നിനും എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുണ്ട് അവിടെ. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് ഡിസൈൻ. കാരണം നമുക്ക് മാത്രമാണ് റോൾസ് ഉള്ളത്, ജെൻഡർ റോളുകൾ നമുക്ക് മാത്രം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഭർത്താവ് അച്ഛൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊവൈഡറാണ്. അത് പ്രൊവൈഡറാണ്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിചാരം പിന്നെ അയാളുടെ ഡ്യൂട്ടി തീർന്നു എന്നാണ്.
പക്ഷെ ഇയാൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അയാളെ കൂടെ ജീവിക്കുന്നത് ഇതേ ആംബിഷനും ഇതേ ആസ്പിറേഷനും ഇതേ പൊട്ടൻഷ്യലുള്ള ഒരു സ്ത്രീയാണ് അതിനു വേണ്ടി അവിടെ വെറും ഇത് എല്ലാ ലേബറും ചെയ്തിട്ട്. കുട്ടികളെ നോക്കാന്ന് പറയുന്ന ഒരു ലേബറാണല്ലോ. അപ്പം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു ആയനെ വെക്കുമ്പോൾ അതൊരു ലേബറായി മാറുന്നുണ്ട്, കുക്കിന് വെക്കുമ്പോൾ ഒരു ലേബറായി മാറും, ക്ലീനിങ്ങിന് ഒരു അപ്പം ഇതെല്ലാം കൂടി മൾട്ടി ടാസ്കിങ് ചെയ്ത് ഈ ഇമോഷണൽ ബർഡനൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടേത് ലേബറായിട്ട് കണക്കാക്കുന്നേ ഇല്ല. ഇയാളൊരു പ്രൊവൈഡർ റോളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ വിചാരിക്കുന്നത് ഇത് നോർമലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നാണ്. പക്ഷെ മറിച്ച് അപ്പുറത്ത് സംഭവിക്കുന്നത് എന്താ, സെൽഫ് റെസ്പെക്റ്റ് കുറഞ്ഞ് സ്വന്തം ജീവിതത്തിനോട് യാതൊരു ആഭിമുഖ്യമില്ലാത്ത ഒരു മനുഷ്യ ജീവിതമാണ് അവിടെ പോണത്. നമ്മൾ എന്നിട്ട് എന്താ പറയുക, ഏതൊരു പെണ്ണ് ഭാര്യ എന്ത് ചെയ്യുന്ന വെറുതെ ഇരിക്കുകയാണ്. അന്ന് ഈ പുരുഷന് ഇതുപോലെ ഒരു ദിവസം ഇതേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. അവർക്ക് സ്വന്തം അടുക്കളയിൽ കയറിയ ഉപ്പ് എവിടെയോ മുളക് എവിടെ ഇരിക്കണേന്ന് അറിയില്ല. അപ്പം അതെന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടവരായിട്ടാണ് അവർ കാണുന്നത്. അല്ലാണ്ട് ഇതൊരു കോ എക്സിസ്റ്റൻ്റ് എല്ലാവരും ചെയ്യേണ്ട സാധനമാണിത്. നമ്മൾ ജീവിക്കുന്ന ഇടം വൃത്തിയായിരിക്കേണ്ടത്, നമ്മളെ വസ്ത്രം വൃത്തിയായിരിക്കേണ്ടത്, നമുക്ക് വേണ്ടുന്ന ഭക്ഷണം കഴിക്കേണ്ടതൊക്കെ എല്ലാവരും ആവശ്യമാണോ? നമ്മളിതിന് വേണ്ടിയിട്ട് കുക്കിന് പകരമായിട്ടും ക്ലീനിങ്ങിന് പകരമായിട്ടും ഒക്കെത്തിന് പകരമായിട്ടും ഒരാളെ അങ്ങ് കാണുകയാണ്. അപ്പം ഇയാൾ വളർന്ന സാഹചര്യം എന്തായിരിക്കും? അയാൾക്ക് ഡാൻസ് പഠിക്കണം, അയാൾക്ക് പാട്ട് പഠിക്കണം, അയാൾക്ക് ചിത്രം വരയ്ക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യണം, കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥയാവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു സ്ത്രീനെയാണ് ഈ റോളിലേക്ക് നമ്മൾ ഒരുക്കുന്നത്. ആ ഒരു കോൺട്രഡിക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം നമ്മളെ സംബന്ധിച്ച് ഇനി ഒന്നിച്ച് ജീവിതം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ആമക്കളെ ഇതൊന്നും ഒരു ജെൻഡർ റോളല്ല എന്ന് പഠിപ്പിക്കാൻ തുടങ്ങണം. ഈ പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ 18കളിൽ പ്രണയം ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്നൊരു പ്രണയമാണ്. നേരെ മറിച്ച് അത് 40 കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുറച്ചും കൂടെ ഒരു കമ്പാഷനും ഒരു കമ്പാറ്റബിലിറ്റിയും ഒക്കെ വരുന്ന ഒരു പ്രണയ ബന്ധങ്ങളാണ് അവിടെ വരുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയുന്നത് ഈ കോമ്പാറ്റബിലിറ്റീനെ മനസ്സിലാക്കാൻ മാത്രമുള്ള അടുപ്പത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ പ്രണയത്തില്? ഞാൻ പറഞ്ഞാൽ നമ്മൾക്ക് 40 വയസ്സായി നമ്മൾ സ്വയം തീരുമാനിക്കുന്നു ആണ്. ഒരു ഫിസിക്കൽ ഏജ് വെച്ചാൽ ഞാൻ 40 വയസ്സായി, അപ്പൊ ഇനി എന്റെ ആവശ്യം എന്താന്ന് ഞാൻ ഇങ്ങനെ മനസ്സിനോട് പറയാണ്. സത്യത്തിൽ 18 വയസ്സിലും 20 വയസ്സിലും 30 വയസ്സിലും പ്രണയം ഒന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് വയസ്സായി നമ്മളോട് പറയുകയും അതുകൊണ്ട് നമ്മൾ കുറച്ച് അച്ചടക്കത്തിൽ പ്രേമിക്കാൻ പഠിക്കണം എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ തോന്നുന്നത്. സത്യത്തിൽ എല്ലാ കാലത്തും പ്രണയത്തിന് അതിൻ്റെതായ ചാമുണ്ട്, ഏത് പ്രായത്തിലും. അല്ലാണ്ട് പ്രായം വെച്ചിട്ടൊന്നും നമുക്കിങ്ങനെ പ്രണയത്തിൻ്റെ പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഹോർമോൺസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ചെന്ന് ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒരു പെരിമെനോപോസിൽ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ പ്രണയവും മെനോപോസിലെത്തിയ ഒരു പെണ്ണിൻ്റെ പ്രണയത്തിൻ്റെ ഒക്കെ ചില ഏരിയാസൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ 50-കാരികൾ 60-കാരികളായിട്ടുള്ള എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളോടൊക്കെ പ്രണയിച്ച് ജീവിക്കുന്നവരോട് കേൾക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, പ്രണയം ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് റിയലി പ്രണയം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നും പുറകോട്ട് വലിക്കില്ല. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ആകാംക്ഷകളാണ്, അതിൻ്റെ ഒരു ഫാൻറ്റസി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ അകവും പുറമൊക്കെ അറിയുന്നത്. അങ്ങനെ ദൂരെ നിൽക്കുന്നതൊന്നിനും ഇപ്പം നമ്മൾ ഈ അമ്പിളിമാമനെ ഇവിടെ നിന്ന് കാണുമ്പോഴുള്ള ഭംഗിയല്ലേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നോക്കുമ്പോൾ ഈ ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് ഒരു റോസ് പൂവിനെ കാണുമ്പോൾ നമുക്ക് പ്രണയത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ഭംഗിയുണ്ട്. നമ്മളതിനെ പേടിക്കാണ്ടിരുന്നാൽ മതി. മുള്ളു കൊള്ളുക എന്നുള്ളത് അപ്പോൾ പൂ പൊട്ടിക്കുമ്പോഴുള്ള നിയോഗാണെന്നും കൂടെ മനസ്സിലാക്കി പോയി മുള്ളു പൊട്ടിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. അതല്ലാതെ നമ്മൾ വേദനിക്കാനും പാടില്ല. പ്രണയം വേണമെന്ന് പറഞ്ഞാൽ പ്രണയം തന്നെ വേദനയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളിതിനെങ്ങനെ പെർസ്പെക്റ്റീവാണ് പ്രശ്നം തോന്നുന്നു. എനിക്കറിഞ്ഞൂടെ ഇതിനകത്ത് എന്താ എക്സൈറ്റ്മെൻ്റ് ആണ്. ആ പ്രായത്തിൽ എനിക്ക് 18-ലും 40-ലൊക്കെ ഒരേ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. 40-ലും 18-ലും 40-കാരിയുടെ പക്വത ഉണ്ടായിരുന്നു, 40-ൽ 18-കാരിയുടെ അന്താളിപ്പും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ പ്രേമിക്കാൻ തന്നെയാണ് ഇഷ്ടം. നിർഭാഗ്യത്തിന് ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ചേച്ചിക്ക് കുറെ പ്രേമുണ്ട്. ചേച്ചിയുടെ ആദ്യത്തെ പ്രണയം ഏത് വയസ്സിലായിരുന്നു? അത് ആദ്യത്തെ പ്രണയമാണ് ഞാൻ പറഞ്ഞില്ല, 18 വയസ്സിലാണ് ബാലുവിനെ കാണുന്നത്. 17 വയസ്സിൽ അയാളെ തന്നെ കല്യാണം കഴിച്ചത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പാവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ നട്ട പേരൂരും അറിയാത്ത കുറെ പ്രേമൊക്കെ ഉണ്ടാവുമല്ലോ. പള്ളിപ്പെരുന്നാൾക്ക് മുമ്പ് കാണുന്ന ഒരു ചേട്ടൻ, അതുപോലെ കല്യാണത്തിന് മുമ്പ് കാണുന്ന ഒരു ചേട്ടൻ. ഇതൊന്നും അറിയില്ല, പക്ഷെ എന്തൊരു വിരഹമാണെന്നറിയോ ആ ചേട്ടൻ്റെ. ഇങ്ങനെ അയ്യോ ആ ചേട്ടൻ്റെ പേരെന്താ, ഏത് നാട്ടുകാരൻ, അത്രയൊക്കെയുള്ള അങ്ങനത്തെ കുഞ്ഞു പൊടിപ്രേമങ്ങളൊക്കെ ഇങ്ങനെ വരും. ക്രഷ് തോന്നുന്നതൊക്കെ പറഞ്ഞു. അതൊന്നും പ്രേമത്തിലേക്ക് എത്തൂല. ഈ പ്രേമം ഒരു പ്രേമുണ്ടായി,
അത് കല്യാണത്തിലെത്തി, ആ കല്യാണം ഇങ്ങനെ എത്തി, അതിനിടയിൽ ഒരു പ്രേമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രേമിക്കണം എന്നൊക്കെ പൂതിയുണ്ട്, പക്ഷെ പ്രേമിക്കാൻ പറ്റിയ ആളെ കിട്ടിയിട്ടില്ല. കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിരിക്കണോണ്ട്. അപ്പൊ നമ്മള് ഒത്തിരി നമുക്ക് ഈ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് ഒരു ഗാർഡ് ഇങ്ങനെ ഉയർത്തി വെക്കുമല്ലോ. അപ്പൊ അത് കുറച്ച് പാടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കാണുക എന്നുള്ളത് പാടാണ്. ഈ സുഹൃത്ത് വലയങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണോ? സത്യത്തിൽ എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളൂ. സുഹൃത്തുക്കളെ ഞാൻ എല്ലാവരോടും പരിചയം, സൗഹാർദ്ദം ഒക്കെ ഭാവിക്കല്ല, റിയലി അങ്ങനെയാണ് ഞാൻ. എനിക്ക് മനുഷ്യരോട് പേടിയോ അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റോ ഒന്നുമില്ല. ആരെ കണ്ടാലും എക്സൈറ്റ്മെന്റും ഇല്ല, ആരെ കണ്ടാലും എനിക്ക് പ്രത്യേകിച്ച് വെറുപ്പോ വിയോജിപ്പോ ഒന്നുമില്ല. എല്ലാവരോടും ഉണ്ട്, എല്ലാവരോടും ചിരിക്കും കളിക്കും. പക്ഷെ എൻ്റേത് എന്ന് പറയുന്ന ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഡെയിലി വിളിക്കാവുന്നതും എന്നെ വിളിച്ചന്വേഷിക്കാവുന്നതായിട്ടുള്ള മനുഷ്യരൊക്കെ വളരെ കുറവാണ്. ചേച്ചി ഈ ബോൺ മീൻസ് റിബല് പോലെയാണോ? മീൻസ് ഇൻ ദ സെൻസ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഇതാണല്ലോ. ആ ഒരു കറേജ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് മരിച്ചു പോകുന്നുള്ള ഉറപ്പില്ലേ? എന്താണ് നമ്മൾക്ക് എന്തിനാ അങ്ങനെ നിലപാടല്ല ഇത്? എനിക്ക് മനസ്സിലായതാ ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാനും ആരും നമ്മൾ 500 കൊല്ലമൊന്നുമില്ല. ഞാനും മരിച്ചു പോകും, നിങ്ങളും മരിച്ചു പോകും. കുറച്ച് നമ്മളോട് മറ്റുള്ളവരോട് കുറച്ചും കൂടി സന്തോഷത്തിലും സമാധാനത്തിലും പെരുമാറാൻ പഠിക്കുമ്പോൾ നമ്മൾ ഇത്തിരി ഓണസ്റ്റ് ആവും. അപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ ജഡ്ജ്മെന്റ് എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അത് നിങ്ങൾ എന്നെ അതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി എന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യോ, അതും എന്നെ അങ്ങനെ നോക്കി കാണോ എന്നൊക്കെ ഞാൻ ഭയക്കുമ്പോഴല്ലേ എനിക്ക് എന്നെ തന്നെ മറച്ചു പിടിക്കേണ്ടതുള്ളൂ. എനിക്ക് അങ്ങനെ ഭയമില്ല എന്നുള്ളത് മാത്രമായിരിക്കാം. അല്ലാതെ എനിക്കിത് ഞാനിങ്ങനെ ആലോചിച്ചുറപ്പിച്ച ഒരു പൊസിഷൻ എടുത്തിട്ടൊന്നും ജീവിക്കുന്ന ഒരാളല്ല. എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ പറ്റുള്ളായിരിക്കും. നോ എന്ന് പറയേണ്ട അടുത്ത് നമ്മൾ നോ തന്നെ പറയണം എന്ന് പറഞ്ഞു. അതൊക്കെ ഉണ്ട്. ഞാൻ ബൗണ്ടറി ഒക്കെ നന്നായി സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ ഹെർട്ട് ചെയ്യാതെ, അത് എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും. നമുക്ക് ഞാൻ വളരെ ആളുകളെ ഒന്നും ഇൻസൾട്ട് ചെയ്യാതെ ഹ്യൂമിലിയേറ്റ് ചെയ്യാതെയൊക്കെ നോ പറയുന്ന, ബൗണ്ടറീസ് കൃത്യമായി സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഏതൊക്കെ തരം പാട്ടുകളാണ്? പഴയ കാലത്തെ ഹിന്ദി സോങ്സ്, ഗസൽസ്, അതൊക്കെയാണ് ഞാൻ കേൾക്കുക. പിന്നെ മലയാളം പഴയ ഗാനങ്ങള്. എനിക്ക് ഈ കാലത്തൊന്നും അങ്ങനെ അത്രയൊന്നും സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ആ ആകാശമായവളെ എന്നൊക്കെയുള്ള പാട്ട്, അങ്ങനത്തെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പാട്ട് പാടില്ല, ഞാൻ പാടൊന്നുമില്ല. എനിക്ക് സത്യത്തിൽ പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹം, പക്ഷെ പറ്റില്ല. എൻ്റെ ഒരു വോയിസിന്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു കാലം മുമ്പ്, ഒരു 1.5 കൊല്ലം മുമ്പ് എനിക്ക് വോക്കൽ കോഡിൽ നോഡ്യൂൾസ് വന്നിട്ട് ശബ്ദം കംപ്ലീറ്റ് പോയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനെ സമയം സംഭാഷണം, ടീച്ചിങ് പോലത്തെ പ്രൊഫഷൻ, സിംഗിങ് അതൊന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ പോവാണ്. അത് മൂളി നോക്കാനൊന്നും നിൽക്കലില്ല. എനിക്കിഷ്ടമാണ് പാടാനൊക്കെ, പക്ഷെ പാടാൻ അറിയില്ല. പാട്ട് കേൾക്കും. ഇപ്പൊ ഈ ഹോബീസ് റൈറ്റിംഗ്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും, കുക്കിംഗ്, അങ്ങനത്തെ ട്രാവലിംഗ്? ഡെയിലി ഞാൻ തന്നെയല്ലേ കുക്ക്. സോളോ ട്രിപ്പ് ഒക്കെ പോലുണ്ട്, അല്ലാതെയും ഗ്രൂപ്പ് ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട്. സോളോ ട്രിപ്പ് ഒക്കെ പോകാനുള്ള ഒരു ധൈര്യം, എനർജി ഒക്കെ ഇപ്പൊ കുറഞ്ഞു. എന്താണെന്ന് അറിയില്ല, അത് ഇച്ചിരി പേടി കടന്നിട്ടുണ്ട്. അങ്ങനെ ഓടിച്ചാടിയൊന്നും പഴയ പോലെ നടക്കാനൊന്നും വയ്യ. അപ്പൊ ആവുന്നത് ഒരു കുഞ്ഞി ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ പോവും. അല്ലെങ്കിൽ പണ്ടൊക്കെ സോളോ ട്രിപ്പൊക്കെ, ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോയിരുന്നു. ഇപ്പൊ ആവുന്നത് ഒരു ഗ്രൂപ്പ് ട്രിപ്പാണ് പോകുന്നത്, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. ഈ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? അപ്കമിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ഷാഹി കബീർ സ്ക്രിപ്റ്റ്, എന്താണ് അരുൺദാസോ എന്നാണെന്നുണ്ട് ഡയറക്ടറുടെ പേര്. അരുൺദാസ് തന്നെ, സോറി ഞാൻ പേര് മറന്നു. കുഞ്ചാക്കോ ബോബൻ, ലിജോ മോളാണ് അതിൽ അഭിനയിക്കുന്നവർ. അപ്പം അതിൽ ലിജോ മോളുടെ അമ്മയായിട്ട് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ആ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായിരുന്നു ഈ കൊല്ലത്തെ ആദ്യത്തെ പടം. കഴിഞ്ഞ കൊല്ലം നടക്കേണ്ടതായിരുന്നു, അത് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത്. ഇപ്പോൾ വേറെ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ്, ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏഷ്യാനെറ്റിലേക്കാണോ ഹോട്ട്സ്റ്റാറിലേക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സീരീസായിട്ടോ സീരിയലായിട്ടോ മാറാവുന്ന ഒരു സബ്ജക്ട്. ഡയറക്ഷനിലേക്ക് പോകാൻ, ഡയറക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് ഫിലിമാണ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞത്. ഇൻഫാക്റ്റ് അതൊരു കുറച്ച് സമയം ഒരു ഷൂട്ട് കഴിഞ്ഞതാണ്. അപ്പം ഞങ്ങളെ ക്യാമറമാൻ്റെ അച്ഛന് കുറച്ച് ക്രിട്ടിക്കലായിട്ട് നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെ അത് നമ്മൾ റീഷൂട്ട് തുടങ്ങിയിട്ടില്ല. അതിനി ഒരു അടുത്ത മാസമൊക്കെ ആയിട്ട് ചെയ്യണം. മക്കൾക്ക് ഇതിൽ വല്ല താല്പര്യമുണ്ട്? മക്കളെന്ന് 2 പേരും ആക്ടിങ്, അവരങ്ങനെ ചെറിയ ഒട്ടുമില്ല, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അവൻ ചിത്രം വരയ്ക്കും, അവൻ ഗ്രാഫിക് ഡിസൈനിങ് ആണ് പഠിച്ചത്. ചെയ്യുന്ന ജോലി പക്ഷെ അതല്ല, അവൻ റോബോട്ടിക് സർജറിയുടെ അതിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടാണ്, ആ മെഷീൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട്
ഹോസ്പിറ്റലിൽ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവൻ പഠിച്ചത് ഗ്രാഫിക് ഡിസൈനിങ് അനിമേഷനും ആണ്. അവൻ പക്ഷെ തനിയായിരുന്നു കുറേ ചിത്രങ്ങൾ വരയ്ക്കും. അവൻ്റെ ഒരു സെൽഫ് എക്സ്പ്രഷൻ തൊട്ട് പിന്നെ അവൻ ഈ കസ്റ്റമൈസ് ചെയ്തിട്ട് ടീഷർട്ടിലും കുട്ടികളുടെ തൊപ്പിയിൽ അങ്ങനെയൊക്കെ കുറെ ചിത്രങ്ങളൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഫ്രീ ടൈം മൊത്തം അവൻ അതിലാണ്. അവനൊരു ഫോട്ടോ എടുക്കുന്നത് പോലും ഇഷ്ടമല്ല, നിർബന്ധിച്ച് പിടിച്ച് നിർത്തി എടുക്കണം. അത് അങ്ങനത്തെ ഒരാള്. മൂത്തതിന് ക്യാമറ പഠിച്ചത് അവന്. അപ്പൊ അവൻ അതൊക്കെ ഇടയ്ക്ക് ചെയ്യും. പക്ഷെ അവർക്ക് അങ്ങനെ സിനിമയിൽ വരണം ക്യാമറയുടെ പുറകെ നിൽക്കാനാണ് അത് ഇഷ്ടമാണ്. അവന് അങ്ങനെ ക്യാമറയൊക്കെ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ ഇടയ്ക്കൊക്കെ അവൻ അറിയാമോ ഞാൻ അഭിനയിച്ചോട്ടെ എന്ന് പറയും. പക്ഷെ ആൾക്ക് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും വയ്യ. വേണ്ട പിന്നെ അഭിനയിച്ചാൽ അങ്ങനെ ഒരു രീതിയാണ് സിനിമ എന്ന് പറയണമെങ്കിൽ അത്രയും നമ്മള്. പക്ഷെ അവര് പറഞ്ഞ അവന് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മൂത്ത ആൾക്ക് ഒരു ഡയറക്ടോറിയൽ സെൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. കാരണം അവരൊരു കൂട്ടുകാരുടെ ഏതോ ഒരു സീരീസ് ചെയ്തപ്പോ അവനത് ഭംഗിയായിട്ട് അവൻ ക്യാമറ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ എനിക്ക് തോന്നിയത് ഡയറക്ഷനിൽ അവന് ഇടപെടാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നി. അന്ന് ഞാനത് വാച്ച് ചെയ്തപ്പോൾ നമ്മളെ വീടാണ് അന്ന് ഷൂട്ടിങ്ങിന് വിട്ടുകൊടുത്തത്, കുട്ടികളുടെ എല്ലാം. അപ്പം അന്ന് എനിക്ക് തോന്നിയത് അവൻ അതിനൊക്കെയുള്ള ഒരു പ്രാപ്തി ഉണ്ട്. പക്ഷെ ഇപ്പം അവൻ അതിലേക്കൊന്നും വരുന്നില്ല. അവർ കൂട്ടുകാരൊക്കെ ഒത്തുള്ള പരിപാടികളും അച്ഛൻ്റെ ഒപ്പം ഒരു ബിസിനസ്സിലും ആണ്. ചേച്ചി ഈ ഡ്രസ്സിങ് സെൻസിലൊക്കെ എങ്ങനെയാണ്? കാരണം എപ്പോൾ നോക്കിയാലും ഞാൻ കാണാറുള്ളത് എലഗൻ്റ് ആയിട്ടുള്ള സാരി, കോട്ടൺ സാരീസ്, അല്ലെങ്കിൽ സിമ്പിൾ ലുക്കാണ് പക്ഷെ എലഗൻ്റ് ആണ്. അതെങ്ങനെയാണത്? എനിക്ക് സുഖിച്ചു ഇല്ലടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രായത്തിൽ ഇങ്ങനെ പാവാട, പിന്നെ ഫുൾ പാവാട, പിന്നെ സാരി, അങ്ങനെ പോയ ഒരാളാണ്. അതിനിടയിലൊക്കെയാണ് നമ്മൾ ചുരിദാറും ജീൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയത്. എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെ ഡ്രസ്സിങ് സെൻസ് ഉണ്ടോ? എനിക്ക് ഇങ്ങനെ മാച്ച് എടുക്കണം. ഞാൻ ഒരിക്കലും ഇങ്ങനെ മറ്റേ ഡിഫറെന്റ് കളേഴ്സിൽ എടുക്കില്ല. മക്കളൊക്കെ അത് എപ്പോഴും പറയാം, അമ്മ എപ്പോഴും മാച്ച്. പക്ഷെ എനിക്ക് അതൊക്കെ ഇഷ്ടം. ബ്ലാക്ക് ഇടുമെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ ആണെങ്കിൽ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ഇടില്ല ഞാൻ, റെഡ് ആണെങ്കിൽ റെഡ്. അപ്പൊ അതങ്ങനെ ഒരു പാറ്റേൺ ആണ്. ആ ചില പാറ്റേണിലൊക്കെ എനിക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. എവിടേക്കോ ഒരു യാഥാസ്ഥിതിക സ്ത്രീ ഉണ്ട് എൻ്റെ മനസ്സിൽ. അതങ്ങ് പൊളിച്ച് നോക്കാനൊന്നും നോക്കില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഇഷ്ടം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞാൽ പോലും അത് ചെയ്യില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ പോവും. മാറ്റി നോക്കാനുള്ളൊരു വേണമെങ്കിലൊക്കെ നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്കതിൽ സന്തോഷമൊന്നും ഇല്ലില്ല. പിന്നെ ഞാൻ ഇതിനെ ചെയ്യുന്ന. അപ്പൊ ഇവരെങ്ങനെ മോൻ പറയും, മൂത്ത മോന് എൻ്റെ ഡ്രസ്സിങ് സെൻസ് ഒട്ടും ഇഷ്ടമല്ല. എന്താ പഴഞ്ചാടിയായിട്ട് ഇങ്ങനെ നടക്കണം അങ്ങനെ പറയും. ഞാൻ പറയില്ലടാ എനിക്കിതൊക്കെ മതി. ഇതൊക്കെ പക്ഷെ അതിലൊരു എലഗൻസും ഗ്രേസ്ഫുള്ളും ഉണ്ടെങ്കിൽ പിന്നെ അതെ ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണല്ലോ ഞാൻ അതെടുത്ത് പറയാൻ കാരണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളൊന്ന് പുകഴ്ത്തിട്ട് നല്ല ഭംഗിയുണ്ട്. സോറി വിനാശിക്ക്, മോളെന്നൊക്കെ പറയാൻ പാടില്ല എന്നാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല നാടൻ പണ്ടത്തെ ഒരു സുഹാസിനി പോലത്തെ ഒരു എനിക്ക് പെട്ടെന്നൊക്കെ കാണുമ്പോ അങ്ങനത്തെ ഒരു കേൾക്കാതിരിക്കട്ടെ. അല്ല, ഒരു റൈറ്റർ എന്നൊക്കെ പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള ഭംഗിയും പ്ലസ് ഒരു ആക്ട്രസ് മൊത്തത്തിലൊരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ്. ഇത് പറഞ്ഞത് ഇദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ എന്നുള്ളതാണ്. ഞാനിങ്ങനെയാണ്. വസ്ത്രത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഒരു ഇതില്ല. ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന ഒരു വസ്ത്രം. പിന്നെ സാരി എനിക്ക് നന്നായി ചേരുന്നു പറയുന്നത് കൊണ്ട് ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നു ഇങ്ങനെ സാരി കൊടുത്തു വരുന്നു. ഇല്ല, നമുക്കതൊരു സന്തോഷമല്ല. മനുഷ്യർ നമ്മളോട് പറയണ അയ്യോ നിങ്ങൾക്ക് ഇതാണ് ഭംഗി എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. സത്യത്തിൽ എനിക്കത് കംഫർട്ടബിൾ അല്ല. ഉടുത്ത് നടക്കലൊന്നും എനിക്ക് അത്ര പറ്റില്ല. പിന്നെ കാറിലിരിക്കുന്നു പോകുന്നു, അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഓക്കെയാണ്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാരി എടുത്ത് നിൽക്കാന്നുള്ള പരിപാടിയൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോൾ സാരി എടുക്കും, പ്രൊമോഷന് പോകുമ്പോൾ സാരി എടുക്കും. അത് ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ നമ്മൾ വേഷം കെട്ടുന്നത് പുറത്തുള്ള ആളുകളും ഭംഗിയുണ്ടെന്ന് പറയാൻ തന്നെയല്ലേ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ കാണിക്കാൻ നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിരിക്കോ, പൊട്ടിട്ടിരിക്കോ? ഇല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീട്ടിലാ, എന്നിട്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? അവിടെയാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം. സെൽഫ് ലവ് ഒന്നും അല്ല അതൊക്കെ. നമുക്ക് ആളുകളൊക്കെ ഷോ ഓഫ് ഒക്കെ ഇല്ലേ, അത് ആവശ്യം കൂടിയാണ്. ചില ഷോ ബിസിനസ്സിൽ അതൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാനും പറ്റില്ല. ഞാനത് ചെയ്യാത്തത് എനിക്കിതൊക്കെ മതി എന്ന് തോന്നിയോണ്ടായിരിക്കും, എനിക്കറിയില്ല. കുറച്ചും കൂടി ഭംഗിയിൽ നടക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എൻ്റെ മടിയും സ്വതസിദ്ധമായ മടിയും, ഒരു സാരിയൊക്കെ എടുത്തിട്ട് അതിന്റെ ബ്ലൗസ് തയ്ക്ക് ഒരു കൊല്ലം എടുത്ത ആളാണ് ഞാൻ. അത് ഉടുക്കാണ്ട് അവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരാൾ. അത്രയും മടിച്ച് ഞാൻ പുറത്തിറങ്ങണം, അതിന് അളവ് കൊടുക്കണം, നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് എന്താ പറയണ്ടേ ലൈനിങ് മെറ്റീരിയലൊക്കെ എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് അവിടെ 2-3 കൊല്ലമൊക്കെ ഇരുന്നു വരും. അത്രയും മടിയാണ് എനിക്ക്. ഇത് പിന്നെ എൻ്റെ ചില കൂട്ടുകാരികൾ ചേച്ചിയൊക്കെ ഉണ്ട്, അവരൊക്കെ അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പരിധി വരെയൊക്കെ പോണത്. അല്ലാതെ ഞാൻ എഫേർട്ട് എടുത്തിട്ടല്ല എൻ്റെ വസ്ത്രങ്ങൾ അത്രയും മാനേജ് ചെയ്യുന്നത്.
ഇപ്പൊ ഈ സിനിമ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവില്ലേ, എസ്പെഷ്യലി ലേഡീസ്, കല്യാണം കഴിഞ്ഞവർ വീണ്ടും ഈ പാഷനിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചേച്ചിക്ക് എന്താണ് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ പറയാൻ വെച്ചാൽ നമ്മൾ ഏത് പാഷനാണെങ്കിലും നമ്മളെ പാഷന് പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളെ ആരോഗ്യം, നമ്മളെ സൗന്ദര്യം, നമ്മളെ ബുദ്ധി, നമ്മളെ സന്തോഷങ്ങൾ, ഇതിന് എല്ലാ മനുഷ്യരും പ്രയോറിറ്റൈസ് ചെയ്യണം. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അത് പ്രയോറിറ്റൈസ് ചെയ്യണം. ഒരു പ്രത്യേക പ്രായത്തിട്ട് സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ ജീവിച്ചില്ലല്ലോ, ഞാൻ എന്നെ കണ്ടില്ലല്ലോ എന്ന് ദുഃഖത്തോടെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ആരും പോകരുത്. സ്ത്രീകൾ ഒട്ടും പോകരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ എല്ലാ കുട്ടികളോടും പറയാം, എന്തിലും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ അർത്ഥം വേറൊരാൾക്ക് സ്പേസ് കൊടുക്കില്ല, അവരെ മാനിക്കില്ല, അവരെ കേൾക്കില്ല എന്നല്ല. അതെല്ലാം അക്കോമഡേറ്റ് ചെയ്യുമ്പോഴും അവിടെ ഞാനും ഉണ്ടല്ലോ, ഞാനും എക്സിസ്റ്റ് ചെയ്യണുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ഞാൻ എന്നെങ്കിലും കാണണം. ആരും എന്നെ കണ്ടില്ലെങ്കിലും ഞാനെങ്കിലും എന്നെ കാണണം. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോട്ടെ ജോളി, സാരില്ലടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ തട്ടി ആശ്വസിപ്പിച്ച് കമോണ്ടറാന്നൊക്കെ നമ്മളോട് തന്നെ പറഞ്ഞ് അങ്ങനെ പോകണം. ലൈഫിൽ ഒരു റിഗ്രറ്റ് പിന്നീട് വരാൻ പാടില്ല. റിഗ്രറ്റ് ഉണ്ടായാലൊക്കെ നല്ലതാണ്. റിഗ്രറ്റ് ഉണ്ടാകുന്നത് നമുക്ക് വീണ്ടും നമ്മൾ ഒന്ന് പൊളിച്ച് നോക്കും. അപ്പോൾ റിഗ്രറ്റ് ഉണ്ടായതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബേസിക്കലി നമ്മളെ കാണാതെ പോയി എന്ന് നമുക്ക് നമ്മളെ നോക്കി നിൽക്കുമ്പോൾ ഈ പെണ്ണിനെ ഞാൻ എത്രയോ കാലമായി മിസ് ചെയ്യണു എന്ന് പറയുന്നൊരു ഗതികേടിലേക്ക് നമ്മൾ സ്വയം എത്തിക്കേണ്ട എന്നാണ് എനിക്കുള്ളത്. ഞാൻ കുറേ കാലമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എന്നെ കാണാൻ തുടങ്ങിയത് ഒരുപാട് വർഷം കേട്ടാ. അപ്പം എനിക്ക് സങ്കടമാണ് ആദ്യം തോന്നിയത്, റിഗ്രറ്റ് തന്നെയാണ് തോന്നിയത്. ഞാൻ ഈ സ്ത്രീനെ കണ്ടില്ലല്ലോ, ഞാൻ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം. പക്ഷെ അവിടെയും എല്ലാത്തിനും ഒരു സമയമുണ്ട് ചിലപ്പോ അങ്ങനെ വിചാരിക്കാം. അപ്പൊ ഞാൻ പറയും ഓരോരുത്തർക്കും ഓരോരോ കാലമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ സിനിമ കിട്ടി എന്നുള്ളതല്ല കാലം, ഒരു തൊഴിലല്ലേ അത്. പക്ഷെ സിനിമ ആയതുകൊണ്ട് ഏത് പ്രായത്തിലും വരാൻ പറ്റി എന്നുള്ളതൊരു നല്ല കാര്യമാണ്. അതർവൈസ് ഒരു പ്രൊഫഷൻ ഇല്ലാത്ത ഞാനൊക്കെ പ്രത്യേക ഒരു പ്രായത്തിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പിന്നെ എപ്പോഴും ഒരു ജോലി എന്നുള്ളത് മസ്റ്റായിട്ട് തന്നെ കാണണം. നമ്മൾക്ക് നമ്മളുടേതായ ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത്, നമ്മളെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്, അപ്പോൾ അതൊന്നും ഒരു കലഹമൊന്നുമല്ല. നമ്മൾ കൂടുതൽ മനുഷ്യനിലേക്ക് ഉയരുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നമ്മൾ സ്വയം മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മളൊരു മോശം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, നമ്മളെ തന്നെ മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പരിപാടി മാത്രമേ ചെയ്യുന്നത്, അല്ലാതെ വേറെ ദ്രോഹമൊന്നും ആർക്കും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഉറപ്പിൽ ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പൊതുവേ എപ്പോഴും നമ്മുടെ സ്ത്രീകളോടും പെൺകുട്ടികളോടൊക്കെ പറയുന്ന ഒരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിൽ തന്നെയാണ്, ആർക്കും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഹാപ്പിനെസ്സിനപ്പുറം നമ്മുടെ ഒരു മനുഷ്യാന്തസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് വേറെ ആർക്കും തട്ടിക്കളിക്കാനുള്ളതല്ല. ഹാപ്പിനെസ് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേണ്ടി വരും. അത് മനുഷ്യർ മൊത്തം കളക്റ്റീവായിട്ട് നിൽക്കുമ്പോഴും കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും പാടുമ്പോഴും പ്രേമിക്കുമ്പോഴും ഒക്കെ കൂടി കിട്ടുന്ന ഒരു സാധനമായിരിക്കാം. പക്ഷെ നമ്മുടെ അന്തസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ഹർട്ട് ചെയ്യാതെ വൗണ്ട് ചെയ്യാതെ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അത് എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് സന്തോഷം, നല്ല ഉപദേശമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ലേഡീസിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വൈസും കൂടിയാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷം, താങ്ക് യു ഫോർ യുവർ ടൈം. മിക്കവാറും ഒരുപാട് തിരക്കുകളിടയിൽ നിന്നാണ് ഇപ്പോൾ ചേച്ചി വന്നിരിക്കുന്നത് തന്നെ. ഒരുപാട് സന്തോഷം. എപ്പോഴും ഇങ്ങനെ ജോളി ആയിട്ടിരിക്കുക, പേര് പോലെ തന്നെ. എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. എനിക്കും അതെ, ആദ്യമായിട്ടാണല്ലോ നമ്മളും കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇനിയും കാണാം. അതെ, താങ്ക് യു. താങ്ക് യു.